വിവിധ വിഷയങ്ങളെ സംവാദാത്മകമായി പരിശോധിക്കുന്ന ഈവനിംഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം നമ്മൾ പോകുന്നത് ജീവനൊടുക്കേണ്ടി വന്ന തിരുമല അനിൽ. ആ അനിൽ ഉയർത്തുന്ന വിഷയങ്ങളും BJPയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തെത്തുന്ന വസ്തുതകളുമാണ്. സമഗ്ര അന്വേഷണം വേണമെന്നാണ് CPIM ആവശ്യപ്പെട്ടത്. കൊന്നതാണ് BJP. ആത്മഹത്യ ചെയ്യേണ്ടി വന്ന തിരുമല അനിലിനെ തള്ളിപ്പറഞ്ഞ് BJP നേതൃത്വം. അനിലിൻ്റെ സഹകരണ സംഘം നടത്തിയത് വ്യക്തിപരമായ കാര്യങ്ങളാണെന്നാണ് BJP നേതാവ് V. മുരളീധരൻ്റെ വിവക്ഷ. വായ്പ നൽകിയത് അനിലിന് വേണ്ടപ്പെട്ടവർക്ക്. BJP ജില്ലാ സംസ്ഥാന നേതാക്കൾ വായ്പ എടുത്തിട്ടുണ്ടോ എന്ന് തനിക്ക് അറിയില്ലെന്നും പറയാനാകില്ലെന്നും V. മുരളീധരൻ. BJPയുടെ ബാങ്ക് അല്ലെന്ന് ജില്ലാ പ്രസിഡന്റ് കരമന ജെയിൻ ആവർത്തിക്കുന്നു. വായ്പ കൊടുത്ത ആൾക്കാർ BJP അതിൽ പറഞ്ഞിട്ടില്ല. നമ്മുടെ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ എന്ന് പറഞ്ഞാൽ ആരാ? അതാണ് ഞാൻ അങ്ങനെയുണ്ടോ? അതായത് അദ്ദേഹം ഒരു സഹകരണ സംഘം നടത്തുന്നു. ആ സഹകരണ സംഘത്തിൽ വായ്പ കൊടുക്കുന്ന എല്ലാവരും അത് സഹകരണ സംഘത്തിലെ അംഗങ്ങളായിരിക്കും. അംഗങ്ങളായിട്ടുള്ള ആളുകൾ തിരിച്ചടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് കൊടുക്കുന്നത്. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അദ്ദേഹം പറഞ്ഞ വാചകത്തെ അദ്ദേഹം പറഞ്ഞ വാചകമാണ് ഞാൻ ആവർത്തിച്ചത്. നമ്മുടെ ആളുകൾ, ഒരു ജനപ്രതിനിധി നമ്മുടെ ആളുകൾ എന്ന് പറയുന്നത് BJPക്കാരെ കുറിച്ച് മാത്രമാണ്. ജനപ്രതിനിധിക്ക് ആ നാട്ടിലെ എല്ലാവരും നമ്മുടെ ആളുകളാണ്. നിങ്ങൾ മുരളീധരനോട് ചോദിച്ചത് BJPയുടെ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്തു എന്നുള്ളത്. ഇത് ഔദ്യോഗികപരമായിട്ട് BJPയുടെ ബാങ്കല്ല. അദ്ദേഹം വ്യക്തിപരമായി പ്രസിഡൻ്റായിട്ടുള്ളൊരു ബാങ്കാണ്. അദ്ദേഹം BJPയുടെ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യവും ഇതിനകത്തില്ല. അങ്ങനെ ഒരു ചർച്ച BJPയുടെ ജില്ലാ കമ്മിറ്റിക്കകത്ത് ഉണ്ടായിട്ടില്ല. തീർച്ചയായും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. കമലേഷ്, ആ പാവം മനുഷ്യൻ, പതിറ്റാണ്ടുകളായി BJP RSS പ്രവർത്തിക്കുന്ന ആ മനുഷ്യൻ്റെ കുടുംബം, 2 പെൺമക്കളടങ്ങിയ കുടുംബം, ആ കുടുംബം BJP എന്ന പാർട്ടിയോട് എല്ലാ അർത്ഥത്തിലും കടപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല 15 വർഷമായി ഈ ഫാം ടൂർ സഹകരണ സംഘത്തിൻ്റെ പ്രസിഡൻ്റായിട്ടാണ് അദ്ദേഹം നിലകൊള്ളുന്നത്. 35 ലക്ഷം രൂപ വീതം കടമെടുത്ത് മുങ്ങിയ BJP നേതാക്കളുണ്ട്. അതിൻ്റെ വിവരങ്ങളൊക്കെ അന്വേഷണത്തിൽ തെളിയും വരുന്ന ദിവസങ്ങളിൽ. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പൂർണ്ണമായും ആ മനുഷ്യനെ, ആ കുടുംബത്തെ തള്ളുന്നത്. അജിംഷാദ്, ഈ വിഷയത്തിൽ തിരുമല അനിൽ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് തങ്ങളുടെ പാർട്ടിക്കാരായ BJP നേതാക്കൾക്കുൾപ്പെടെ വലിയ തുക ലോണായി കൊടുത്തു. അതായത് കൃത്യമായ ഈട് പോലും വാങ്ങാതെ വലിയ തുക ലോണായി കൊടുത്തു. അത് തിരിച്ചു നൽകാത്ത സാഹചര്യമുണ്ടായി. എന്നാൽ നിക്ഷേപകരായ പലരും തുക ആവശ്യപ്പെട്ടപ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത തരത്തിൽ വലിയ ഒരു ബുദ്ധിമുട്ടിലേക്ക് തിരുമല അനിൽ സംഘത്തിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പോകുന്ന സാഹചര്യമുണ്ടായി. ഈ ഘട്ടത്തിലാണ് പാർട്ടിയെ സമീപിക്കുന്നത്. ഇതിൽ ഇടപെടണം, ഈ നേതാക്കൾ വാങ്ങിയ തുക ലോൺ തിരിച്ചടക്കാൻ ഇടപെടണം എന്നതാവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടിയെ സമീപിക്കുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള ഇടപെടലും പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ഈ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് ഈ മരണത്തിന് 2 ദിവസം മുൻപ് വരെയും അനിലുമായി സംസാരിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്ത് സംസാരിച്ചു എന്നുള്ളത് വളരെ കൃത്യമായി അദ്ദേഹം പറയാൻ തയ്യാറായിട്ടുമില്ല. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ അനിലിനെ കൂടി തള്ളിപ്പറയുന്ന നിലപാടിലേക്ക് BJPയുടെ ജില്ലാ സംസ്ഥാന നേതൃത്വം പോകുന്നു എന്നുള്ളതാണ്. ഇത് വ്യക്തിപരമായി അനിൽ നടത്തിയ ഒരു സഹകരണ സംഘമാണ്, സഹകരണ സൊസൈറ്റിയാണ്. ഈ സൊസൈറ്റിയുമായി BJPക്ക് യാതൊരു ബന്ധവുമില്ല. ഇതിൽ ലോൺ നൽകിയതെല്ലാം ഈ അനിലിന് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയാണ് എന്നതാണ് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള അതാണ് ഏറ്റവും വലിയ തമാശ. അതായത് കമലേഷ് തെക്കേക്കാട് നോക്കൂ, ഈ തിരുമല അനിൽ കോർപ്പറേഷൻ കൗൺസിലടക്കം BJPക്ക് വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുന്നു, BJPക്ക് വേണ്ടി പ്രതിഷേധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തനത്തിലാകെ BJPയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുമ്പോട്ട് വെക്കുന്നു. അവിടെയൊക്കെ അനിൽകുമാർ BJPയാണ്. പക്ഷേ 15 കൊല്ലമായി അനിൽകുമാർ സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റ്. അത് BJP അറിഞ്ഞിട്ടില്ലേ? BJPയുമായി അതിനൊരു ബന്ധവുമില്ലേ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് 15 കൊല്ലമായി അതിൻ്റെ പ്രസിഡൻ്റായി ഇരിക്കാനാകുന്നത്? അപ്പോൾ തികഞ്ഞ അടിമുടി BJPക്കാരനായ RSSകാരനായ തിരുമല അനിൽ സഹകരണ സംഘത്തിൻ്റെ പ്രസിഡൻ്റായി 15 കൊല്ലം തുടർന്നിട്ടുണ്ടെങ്കിൽ അതിൽ BJPക്ക് ബന്ധമില്ലേ?
ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ തള്ളിപ്പറയുമ്പോൾ ആ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് എന്താണ്? ഒറ്റപ്പെടുത്തി തന്നെ വേണ്ടപ്പെട്ടവർ, താൻ ഒരൊറ്റ പൈസ എടുത്തിട്ടില്ല, തനിക്ക് വേണ്ടപ്പെട്ടവർക്കാണ് ഈ പൈസ ഒക്കെ നൽകിയത്. മീൻസ് പാർട്ടി പ്രവർത്തകർക്കടക്കം, തെരഞ്ഞെടുപ്പും മറ്റ് പാർട്ടി പരിപാടികൾക്കും അടക്കം സൂചന നൽകുന്നതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. എന്നിട്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ തള്ളിപ്പറയുന്നത്. അജിംഷാദ്, തീർച്ചയായും ഈ ആത്മഹത്യാക്കുറിപ്പിൽ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നത് നമ്മുടെ ആളുകളെ പലരെയും സഹായിച്ചു, അതായത് ഈ തുക കൊടുത്തു ലോൺ കൊടുത്തു സഹായിച്ചു എന്നതിനൊപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്ത വരിയിൽ അദ്ദേഹം പറയുന്നത് പലതവണയായി ഈ തിരിച്ചടവ് മുടങ്ങിയപ്പോൾ കാലാവധി നീട്ടിക്കൊടുത്തു, അതായത് മറ്റൊരു നടപടികളിലേക്കും പോകാതെ കാലാവധി നീട്ടിക്കൊടുത്തുകൊണ്ടും സഹായിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. അത് ഏതെങ്കിലും CPM കാരനോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ആയിരിക്കും ആ നിലയിൽ കാലാവധി നീട്ടിക്കൊടുത്ത് അനിൽ സഹായിച്ചിട്ടുണ്ടാവുക എന്ന് ആർക്കാണ് കരുതാൻ കഴിയുക? പറയൂ. BJP നേതാവായ തിരുവനന്തപുരത്തെ ജില്ലാ ജനറൽ സെക്രട്ടറിയായ തിരുമല അനിലിന് BJP-ക്കാരല്ല ബന്ധം, മറ്റു പാർട്ടിക്കാരാണെന്ന് പറയൂ. അങ്ങനെ പറയുന്നില്ലല്ലോ. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച് BJP പെടുമെന്നറിയുന്ന ഘട്ടത്തിൽ മാത്രം ഇത്തരത്തിൽ അദ്ദേഹത്തെ തള്ളിപ്പറയുകയാണ്. അദ്ദേഹത്തെ തള്ളിപ്പറയുമ്പോൾ ഓർക്കണം, ചിത കെട്ടടങ്ങിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബം, 2 പെൺമക്കൾ, ഭാര്യ ഒക്കെ ഈ പാർട്ടി പ്രവർത്തനത്തിൻ്റെ എല്ലാ ദുരിതവും അനുഭവിച്ചവർ ഇത് കേട്ടുകൊണ്ടിരിപ്പുണ്ട്. അത് ആലോചിക്കണം. ഇപ്പോൾ അംശു വാമദേവൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ, നമ്മോടൊപ്പം ഉണ്ട്. അംശു, BJP-യുമായി യാതൊരു ബന്ധവുമില്ല അത്രേ, BJP-യുമായി ഈ പണമിടപാടുകൾക്ക് യാതൊരു ബന്ധവുമില്ല. ഇത് വ്യക്തിപരമായി അനിൽ നടത്തിയ സഹകരണ സംഘമാണത്രേ വി മുരളീധരനും BJP നേതാക്കളും ഒക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ എനിക്ക് ഇതിനകത്ത് സൂചിപ്പിക്കാനുള്ളത്, ഈ തിരുവനന്തപുരത്ത് BJP-യുടെ പ്രവർത്തകരായി നടക്കുന്ന, ആത്മാർത്ഥമായി BJP പ്രവർത്തിക്കുന്ന ആളുകൾ ഇത് കേൾക്കണം. നിങ്ങൾക്ക് കൂടി ഇത് ഒരു അനുഭവ പാഠമായിരിക്കണമെന്നാണ് എനിക്ക് അവരോട് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. യഥാർത്ഥത്തിൽ ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലമായി നമ്മുടെ തിരുവനന്തപുരം നഗരസഭാ കൗൺസിലിൽ BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി, അതിന്റെ ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരാളാണ്. ഞങ്ങള് ആ രാഷ്ട്രീയ തർക്കങ്ങളിൽ നേർക്കുനേർ ആ കൗൺസിൽ ഹാളിനകത്ത് നിന്ന് പോരാടിയ ആളുകളാണ്. എനിക്കുണ്ടാകുന്ന ഒരു വേദന പോലും, അങ്ങനെ ഞങ്ങളുള്ള രാഷ്ട്രീയ വ്യത്യാസം മറന്ന് ഞങ്ങൾ എല്ലാ കൗൺസിലർമാരും ഒരുപോലെ ഞങ്ങൾക്കുണ്ടാകുന്ന ആ വേദന പോലും ഇവിടുത്തെ BJP-യുടെ ജില്ലാ അധ്യക്ഷനും നേതാക്കന്മാർക്കും ഇല്ല എന്ന് പറയുന്നത് ദുഃഖകരമാണ്, സങ്കടകരമാണ്. ആ മനുഷ്യൻ മരിച്ചു, നിങ്ങൾ അദ്ദേഹത്തിന് ഒരു മരണത്തിലേക്ക് എറിഞ്ഞു കൊടുത്തു, എന്നിട്ടും അദ്ദേഹത്തിനോടുള്ള പക ഇവിടുത്തെ BJP-യുടെ നേതാക്കന്മാർക്ക് മാറുന്നില്ല എന്ന് പറയുന്നത് സങ്കടകരവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഇവിടുത്തെ BJP-യുടെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന പ്രവർത്തകർ നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ എല്ലാം നിങ്ങൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കൊടുത്ത് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഒടുവിൽ നിങ്ങളെ കുടുംബത്തെയും മരണത്തിന് ശേഷം പോലും തള്ളിപ്പറയാൻ നിങ്ങളുടെ നേതാക്കന്മാർ തയ്യാറാകുന്നതാണ് കാണുന്നത്. ഇപ്പൊ BJP ആയിട്ടൊരു ബന്ധമില്ല എന്ന് പറയാൻ എങ്ങനെയാണ് ഇവർക്ക് കഴിയുന്നത്? അല്ല, വ്യക്തിപരമായി അദ്ദേഹത്തിന് മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ? യഥാർത്ഥത്തിൽ ഞാൻ ഇപ്പോൾ ഒരു കാര്യം തുറന്നു പറയാണ്. അനിലേട്ടൻ ഒരിക്കൽ വ്യക്തിപരമായി എന്നോട് സംസാരിച്ചപ്പോൾ എന്റെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എന്നോട് സംസാരിച്ച TP റിനോയ്, ഞങ്ങളുടെ മുട്ടടയിൽ ഒരു കൗൺസിലർ മരണപ്പെട്ട സമയത്ത് അദ്ദേഹം എന്നോട് വളരെ പേഴ്സണലായി പറഞ്ഞാണ്, അംശു ആരോഗ്യം ശ്രദ്ധിക്കണം, അംശു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആശുപത്രിയിൽ ആകുന്നുണ്ട്, അത് ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം, നമ്മൾ ഒരു കാഡർ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരാണ്, നമ്മൾ ഇങ്ങനെ പൂർണ്ണ സമയം ഇതിലേക്ക് പോകുമ്പോൾ നമ്മുടെ കുടുംബത്തിന് ഒരു നഷ്ടം ഉണ്ടാവും, അതുകൊണ്ട് നമുക്ക് പ്രവർത്തനങ്ങളൊന്നും അവസാനിപ്പിക്കാൻ കഴിയില്ല, പക്ഷെ വളരെ ശ്രദ്ധിക്കണം, നമ്മളെ ഈ മാനസിക സമ്മർദ്ദങ്ങളെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് കഴിയണം എന്ന് എന്നോട് ആ വ്യക്തിപരമായി പറഞ്ഞൊരു, അത് അദ്ദേഹത്തിന് BJP-യിൽ നിന്ന് നേരിട്ട അനുഭവത്തിൽ നിന്നാണ് അല്ലേ? അതാണ് അനുഭവത്തിൽ നിന്നാണ്. അദ്ദേഹം എന്നിട്ട് ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചു, അംശു, ഞാൻ എന്റെ 14-ാമത്തെ വയസ്സിൽ സേവകനായി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. എന്റെ റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളോ അല്ലെങ്കിൽ എന്റെ മണ്ണടിക്കുന്ന ബിസിനസ്സോ ഒന്നും സംരക്ഷിക്കാൻ വേണ്ടി നേതാവായി വന്ന ആളല്ല. അതുകൊണ്ട് എനിക്ക് മരണം വരെ ഇതിൽ നിന്ന് എനിക്ക് മാറി നിൽക്കാൻ കഴിയില്ല എന്ന് വളരെ പേഴ്സണലായി എനിക്ക് ഈ ദുഃഖം അടക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ അദ്ദേഹം വ്യക്തിപരമായി സംസാരിച്ച ഒരു കാര്യം ഞാൻ തുറന്നു പറയാൻ തയ്യാറാകുന്നത്. അങ്ങനെയുള്ളൊരു മനുഷ്യനെ, അങ്ങനെ അടിമുടി BJP-കാരനും അതുപോലെ തന്നെ ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു മനുഷ്യനെ ഇപ്പോ ആ ചെതയുടെ തീ അണയുന്നതിന് മുമ്പ് തള്ളിപ്പറയാൻ BJP തയ്യാറാകുന്നത് ആ ചെറിയ ആളുകളല്ലല്ലോ പറഞ്ഞത്. അദ്ദേഹത്തിനോടൊപ്പം ജില്ലാ ജനറൽ സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിക്കുന്ന അതേ കമ്മിറ്റിയിലെ അധ്യക്ഷൻ
അദ്ദേഹത്തിനെ തള്ളി പറഞ്ഞു. അനിലുമായി യാതൊരു ബന്ധവും ഈ അനിലിന്റെ ഈ സ്ഥാപനമായ ഒരു ബന്ധവും BJPക്ക് ഇല്ല എന്ന് പറയാൻ തയ്യാറാകുന്നത്. BJPയുടെ പിന്നെ കേന്ദ്രമന്ത്രി വരെ ആയിരുന്ന, സംസ്ഥാന അധ്യക്ഷനായിരുന്ന V മുരളീധരനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവ്, BJPയുടെ നേതാവ് എങ്ങനെയാണ് അനിലിനെ തള്ളി പറയുന്നത്? അദ്ദേഹത്തിന്റെ കുടുംബത്തെ നിങ്ങൾ എങ്ങനെ ഇനി ഫേസ് ചെയ്യും? അദ്ദേഹത്തിന്റെ കുടുംബത്തെ, അദ്ദേഹത്തെ സ്നേഹിച്ച BJPയുടെ പ്രവർത്തകരെ നിങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യും? ഈ ഒരു സാധാരണക്കാരായിട്ടുള്ള അദ്ദേഹത്തുമായി രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുള്ള ഞങ്ങൾക്ക് പോലും അത് സഹിക്കാൻ കഴിയുന്നില്ല. അതാണ് പ്രതിപക്ഷത്ത് തങ്ങളെ എതിർത്തിരുന്നിട്ട് പോലും പ്രതിപക്ഷ ബഹുമാനത്തിന്റെ പുറത്ത് അംശു വാമദേവനെ പോലെയുള്ള CPIM പ്രവർത്തകർക്ക് അദ്ദേഹത്തെ മറക്കാനാകുന്നില്ല. പ്രതിപക്ഷ ബഹുമാനത്തോടുള്ള സ്നേഹമുണ്ട്. പക്ഷെ BJPക്കാർക്ക് സ്വന്തം പാർട്ടിയിൽ 14ാമത്തെ വയസ്സിൽ RSS ശാഖയിലെത്തിയ ആ മനുഷ്യനോട് ഒരു ദയാദാക്ഷിണ്യവും ഈ BJPക്കാർ വാക്കിൽ പോലും കാട്ടുന്നില്ല എന്നുള്ളതാണ് അംശു ചോദിക്കുന്ന ചോദ്യം. അത് വളരെ ശരിയാണ്. അംശു, ഒരു കാര്യം കൂടിയുണ്ട്. ഈ ടിപ്പറിൽ മണലടിക്കാനും മറ്റും വന്നതല്ല BJPയിലേക്ക്. അത് തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള പല വിധത്തിലുള്ള പ്രതിഷേധത്തിൻ്റെ അലയൊലികളാണ്, അല്ലേ? ആണ് അദ്ദേഹം സൂചിപ്പിച്ചു. അത്തരം ചില ആളുകൾ അവരുടെ ബിസിനസ്സുകൾ സംരക്ഷിക്കാൻ BJPയായി പുതിയ ആളുകൾ നേതാക്കളായി വന്നു. പക്ഷേ അപ്പോഴും ഞാൻ ആ നിലയിലുള്ള ആളല്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അത് അദ്ദേഹത്തുമായിട്ട് പ്രവർത്തിച്ച അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകളുടെ അടുത്ത് അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ അദ്ദേഹം എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. തീർച്ചയായും. അംശു ഒന്ന് തുടരൂ. ഇപ്പോൾ CPIM ജില്ലാ സെക്രട്ടറി ശ്രീ V ജോയ് MLA പറഞ്ഞ കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. അതിനുശേഷം ചർച്ചയിലേക്ക് തിരികെ എത്താം. തിരുമല വാർഡ് കൗൺസിലർ അനിൽകുമാറിൻ്റെ ആത്മഹത്യയിൽ BJPക്കെതിരെ ശക്തമായ വിമർശനമാണ് തിരുവനന്തപുരം CPIM ജില്ലാ സെക്രട്ടറി V ജോയ് ഉന്നയിച്ചത്. 2 ദിവസം മുമ്പ്, ശ്രദ്ധിക്കുക, 2 ദിവസം മുമ്പ് സംസ്ഥാന അധ്യക്ഷനെ കണ്ടപ്പോൾ എന്താണ് തിരുമല അനിൽ സംസാരിച്ചത്? V ജോയ് ചോദിക്കുന്നു. ഇക്കാര്യത്തിൽ BJP ഒളിച്ചു കളിക്കുന്നത് എന്തിനാണ് എന്ന് V ജോയ് ചോദിക്കുന്നു. ആത്മഹത്യാക്കുറിപ്പിലെ പരാമർശം BJPക്കെതിരാണെന്നും കരിമ്പിൻ ചണ്ട് വലിച്ചെറിയുന്നത് പോലെ അനിലിനെ BJP വലിച്ചെറിഞ്ഞുവെന്നും V ജോയ് പറഞ്ഞു. V ജോയുടെ വാക്കുകളൊന്ന് കേൾക്കാം ആദ്യം. 4 ചോദ്യങ്ങളാണ് BJPയുടെ നേതൃത്വത്തോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. 2 ദിവസം മുമ്പ് അനിൽ എന്നെ വന്ന് കണ്ടിരുന്നു എന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടു. അങ്ങനെ കണ്ടെങ്കിൽ എന്താണ് അനിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനോട് അവസാനമായി സംസാരിച്ചത്? എന്താണ് ഈ കാര്യത്തിൽ BJPക്ക് ഒളിച്ചു വയ്ക്കാനുള്ളത്? എന്താണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ 2 ഭാഗത്താണ് BJP മറുപടി പറയേണ്ടത്. നമ്മുടെ ആൾക്കാരെ സഹായിച്ചു. ആരാണ് ഈ നമ്മുടെ ആൾക്കാർ? BJPയുടെ ആരെല്ലാമാണ് ഇതിനകത്ത് പെട്ടിട്ടുള്ളത്? നിങ്ങൾ നോക്കൂ, അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങ് ശാന്തി കവാടത്തിൽ നടക്കുമ്പോൾ എത്ര BJPയുടെ നേതാക്കന്മാർ ആ ചടങ്ങിൽ പങ്കെടുത്തു? അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞു. കരിമ്പൻ ചണ്ടി വലിച്ചെറിയുന്നത് പോലെ ശ്രീ അനിലിനെ BJP തള്ളിക്കളഞ്ഞു. തീർച്ചയായും ഊടും പാവും മറന്ന് BJPക്ക് വേണ്ടി പാർട്ടി പ്രവർത്തനം നടത്തുന്നവരൊക്കെയും ഇത് ചെവിയിൽ നിന്നുള്ളി ഓർക്കേണ്ടതാണ്. ഇവിടെ V ജോയ് സൂചിപ്പിച്ചതും അതിനുശേഷം ഇപ്പോൾ അംശു പറഞ്ഞതുമായ കാര്യങ്ങൾ. അംശു വാമദേവൻ, അതായത് CPIM ജില്ലാ സെക്രട്ടറി നിരവധി ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. അത് കാതലായ ചോദ്യമാണ്. ഒന്ന്, എന്താണ് തിരുമല അനിൽ സംസ്ഥാന അധ്യക്ഷനുമായി അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കൂടിക്കാഴ്ചയിൽ പറഞ്ഞത്? എന്തൊക്കെ കാര്യങ്ങളാണ് അനിൽ സൂചിപ്പിച്ചത്? എന്തായിരുന്നു എന്ന് ഈ രാജീവ് ചന്ദ്രശേഖരൻ തന്നെ പറയണം. ഓർക്കുക, ഇതേ ചോദ്യമായിരുന്നു ഞങ്ങളുടെ മാധ്യമപ്രവർത്തക സുലേഖ ഈ രാജീവ് ചന്ദ്രശേഖരനോട് ചോദിച്ചത്. അപ്പോഴാണ് അദ്ദേഹം വെളറി പൂണ്ട് നീ എന്ന് വിളിച്ച് കൈരളി ചോദ്യം ചോദിക്കേണ്ട എന്ന് ആക്രോശിച്ചത്. ഓർക്കുക. അപ്പോൾ എന്തോ മറച്ചു പിടിക്കാനുണ്ട് രാജീവ് ചന്ദ്രശേഖരൻ. അവിടെ തന്നെയാണ് V ജോയിയും ചോദ്യം ഉന്നയിക്കുന്നത്. എന്താണ് സംസാരിച്ചത്? ഇത്രയേറെ തളർന്ന് മരണം മുന്നിൽ കണ്ട് ജീവിക്കുന്ന ഒരാൾ സംസ്ഥാന അധ്യക്ഷനെ കാണുമ്പോൾ എന്താണ് പറഞ്ഞത്? ആരെയൊക്കെ കുറിച്ചാണ് സൂചിപ്പിച്ചത്? ആത്മഹത്യാക്കുറിപ്പിലും പറയുന്നുണ്ട്. അതിനൊക്കെ സംബന്ധിച്ചുള്ള സമഗ്ര അന്വേഷണം വേണം. ഇതൊക്കെയാണ് V ജോയ് ആവശ്യപ്പെടുന്നത്. കാതലായ ചോദ്യങ്ങൾ. അംശു, തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ബാധ്യത BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ നേതാക്കന്മാർക്കും ഉണ്ട്. യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹത്തിനെ ശ്രീമതി അനിൽ വന്ന് കണ്ടത് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ് ഇത്തരത്തിൽ അസ്വസ്ഥനാകുന്നത്? ആ അസ്വസ്ഥത തന്നെ ഒരു തെളിവാണ്.
അദ്ദേഹത്തിന് സഹായിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പോട്ടെ, അദ്ദേഹം സഹായിച്ചില്ല, ഇദ്ദേഹത്തിന് ഒന്ന് ചെറുതായി ഒരു ആശ്വസിപ്പിക്കാനെങ്കിലും ശ്രമിച്ചിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഈ മരണം സംഭവിക്കില്ലായിരുന്നു. അജിംഷാദ് ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. അദ്ദേഹത്തിനെ പോലെ അടിമുടി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ, അദ്ദേഹത്തിന് ഏറ്റവും ഒടുവിൽ ഓടി എത്താൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ അടുത്തായിരിക്കും. അത് ഉറപ്പല്ലേ? നമ്മളായത് ഒരു പ്രശ്നം വന്നാൽ ആദ്യമത് നമ്മുടെ പാർട്ടി നേതാക്കന്മാരുടെ അടുത്തേക്കാണ് ആ പ്രശ്നത്തിൽ നമ്മൾ പങ്കുവയ്ക്കാൻ, അതിനൊരു പരിഹാരം കാണാൻ. പക്ഷെ യഥാർത്ഥത്തിൽ കോമൺ സെൻസ് ഉള്ള ആർക്ക് മനസ്സിലാകും അങ്ങനെ അദ്ദേഹം ഒരു അഭയസ്ഥാനമായി, അഭയ കേന്ദ്രമായി കണ്ട തന്റെ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ അടുത്ത് എത്തിയപ്പോൾ കിട്ടിയ റെസ്പോൺസ് അത് യഥാർത്ഥത്തിൽ ആ ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകയോട് അദ്ദേഹം ഈ നിലയിലാണ് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിലും മോശമായിട്ടായിരിക്കണം പ്രിയപ്പെട്ട അനിലേട്ടനോട് പെരുമാറി എന്നുള്ള കാര്യത്തിൽ അവിടെയാണ് അടിവരയിടേണ്ടത്. അത് സംശയിക്കേണ്ട എല്ലാ ഘടകങ്ങളും ഉണ്ട്. അതായത് വലിയ പ്രതീക്ഷയോടുകൂടി പാർട്ടി പ്രവർത്തകർ തന്നെ പറ്റിച്ചു, കബളിപ്പിച്ചു. BJP നേതാക്കൾ 35 ലക്ഷം വെച്ച് വാങ്ങി, ഇതടക്കമുള്ള കാര്യങ്ങളാകും, ഞാൻ മരണത്തിന്റെ വക്കിലാണ് എന്ന് താൻ പറഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ അതാണ് അതെ ഒറ്റ കാര്യമുള്ളൂ. അദ്ദേഹം വിചാരിക്കുന്നതാണ് സംസ്ഥാന അധ്യക്ഷനാണ്, ഈ പാർട്ടിയെ ജില്ലാ നേതാക്കന്മാർ ഇത്തരത്തിൽ വായ്പ എടുത്തിട്ടുണ്ട്, അത് അവരോട് വിളിച്ചു പറഞ്ഞ് അത് അടിയന്തരമായി അടയ്ക്കാൻ ഏർപ്പാട് ചെയ്യണം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഞാൻ സംസാരിക്കാം, നമുക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം എന്നൊരു മറുപടി പ്രതീക്ഷിച്ച അനിലേട്ടന്റെ മുന്നിലേക്ക് ഒരു പരിഹാരവും ഇല്ലാതെ ഇറക്കി വിടുമ്പോ അദ്ദേഹത്തിന് പിന്നെ ഈ മരണം എന്നുള്ള ഒരു ഏറ്റവും അവസാനത്തെ ഉത്തരത്തിലേക്ക് പോകേണ്ടി വന്നു എന്ന് മനസ്സിലാക്കാൻ തീർച്ചയായും അത് തന്നെയാണ്. അംശു തുടരൂ. ഞാൻ കമലേഷ് തെക്കേക്കാട് ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. കമലേഷ്, ഏറ്റവും നിർണായകമായ കാര്യമാണ്. കാരണം പ്രതിസന്ധിയാണ് BJP നേതാക്കന്മാരാണ് സൃഷ്ടിച്ചത്. കോടികളുടെ കടമുണ്ട്, 11 കോടിയുടെ ആസ്തിയുള്ള ബാങ്കാണ്, പക്ഷേ 6 കോടി കടമാകുന്നു. മേടിച്ച BJP നേതാക്കന്മാരാരും തിരിച്ചു നൽകുന്നില്ല. പ്രസിഡന്റ് ഇടപെടണം എന്നായിരിക്കും, താൻ മരണത്തിൻ്റെ വക്കിലാണ് എന്നായിരിക്കും ഒരുപക്ഷെ ഈ അനിൽ BJP സംസ്ഥാന അധ്യക്ഷനോട് പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് ആശ്വാസത്തിൻ്റെ ഒരു വാക്ക് പോലും ഉണ്ടാകാതെ ഈ മാധ്യമപ്രവർത്തകയോട്, നമ്മുടെ കൈരളി ന്യൂസിനോട് തട്ടിക്കയറിയതുപോലെ ഒരുപക്ഷെ തട്ടിക്കയറിയത് കൊണ്ടായിരിക്കാം എല്ലാ പ്രതീക്ഷയും പോയി, പിന്നെ മരണം മാത്രമേ ഉള്ളൂ എന്ന്. അങ്ങനെ പോയതാകാം. അതിനുള്ള എല്ലാ വസ്തുതാപരമായ സാഹചര്യവും അവിടെ ഒരുങ്ങുന്നുണ്ട് എന്നാണ് ഇവിടെ നിരീക്ഷിക്കപ്പെടുന്നത്. കമലേഷ് തെക്കേക്കാട്. അജിംഷാദ്, തീർച്ചയായും CPIM-ഉം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ചോദ്യങ്ങളിൽ ഒന്ന് അത് തന്നെയായിരുന്നു. അതായത് അനിൽ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ 2 ദിവസം മുൻപ് സംസ്ഥാന അധ്യക്ഷനെ ചെന്ന് കണ്ടിരുന്നു. എന്താണ് പരസ്പരം സംസാരിച്ചിട്ടുള്ളത്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എന്ത് മറുപടിയാണ് പാർട്ടി നൽകിയിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി നേതൃത്വം തന്നെയാണ് തുറന്നു പറയേണ്ടത്. ഏതെങ്കിലും നിലയിൽ മരിക്കാൻ തീരുമാനിച്ച ഒരു മനുഷ്യൻ സങ്കടം വന്ന് പറയുമ്പോൾ പോസിറ്റീവായി പാർട്ടിയോ പാർട്ടി നേതാക്കളോ ഇടപെട്ടിരുന്നെങ്കിൽ നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാം, ഇടപെടാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ പ്രതീക്ഷയിൽ അയാൾ ജീവിച്ചിരുന്നേനെ എന്നുള്ളത് തന്നെയാണ് അതിനുള്ള മറുപടി. പക്ഷേ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും മരിക്കാൻ തന്നെ ഒരു മനുഷ്യൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആ കൂടിക്കാഴ്ചയിൽ നടന്നിട്ടുണ്ടാവുക എന്ന് മാത്രമല്ല വി ജോയ് ഉന്നയിക്കുന്ന കാതലായ 2 ചോദ്യങ്ങൾ വേറെയുമുണ്ട്. ഇന്നലെ അത് കൈരളി ന്യൂസിൻ്റെ ന്യൂസ് ആൻഡ് വ്യൂസിൽ അംശു വാമദേവനും ചോദിച്ചതാണ്. അത് പൊതുവിലുള്ള ഒരു സംശയമാണ്. ഇന്നത് വി ജോയ് അടിവരയിട്ട് ചോദിക്കുന്നു, ഇദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ എത്ര BJP-ക്കാരുണ്ടായിരുന്നു? 1. 2, ഇദ്ദേഹത്തിൻ്റെ ചിത കെട്ടടങ്ങും മുമ്പ് വാർത്താ സമ്മേളനം നടത്തി ഇതിലെ കൈയൊഴിയൽ നടപടി സ്വീകരിച്ച BJP-യുടെ നയപരിപാടികൾ, ഇതൊക്കെയാണ് ചോദ്യചിഹ്നമായി ഉയർത്തുന്നത്. അത് ശരിയല്ലേ? എത്ര പേരുണ്ടായിരുന്നു? സാന്നിധ്യം വളരെ കുറവായിരുന്നു. കമലേഷ്. അജിംഷാദ്, തീർച്ചയായും ഈ ചടങ്ങിൽ ഉൾപ്പെടെ BJP-യുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും പങ്കെടുത്തില്ല എന്നുള്ളതാണ്. അതായത് മുൻ അധ്യക്ഷന്മാരായിട്ടുള്ള K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ എത്തിയിരുന്നില്ല. മറ്റ് നിരവധിയായിട്ടുള്ള സംസ്ഥാന നേതാക്കൾ ഇവരാരും ഈ ഒരു ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഒരു കോർപ്പറേഷനിലെ BJP-യുടെ കൗൺസിലർ. നമുക്ക് ചോദിക്കാം. കാരണം ആര്യ രാജേന്ദ്രൻ തന്നെ നിരന്തരം വിമർശിച്ചിരുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയമായി എതിർപ്പ് കൗൺസിലടക്കം പറഞ്ഞിരുന്ന ഈ തിരുമല അനിൽ മരിച്ചപ്പോൾ ആ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി ആര്യ രാജേന്ദ്രൻ എന്ന മേയർ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവിടെ എത്തിയത്. കാരണം എതിർ ശബ്ദമാണെങ്കിൽ പോലും അദ്ദേഹത്തോട് ബഹുമാനം ഉണ്ടായിരുന്നു. പക്ഷേ അംശു വാമദേവൻ, BJP-ക്കാർ നന്നേ കുറവായിരുന്നോ ഈ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ? നമുക്ക് അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങിൽ ആളുകളൊക്കെ പങ്കെടുത്തിരുന്നു. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ എല്ലാ തരത്തിലുമുള്ള ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അവിടെ പങ്കെടുത്തിരുന്നു എന്നുള്ളത് അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെ പോലെ ഒരു ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന പ്രവർത്തിച്ചിരുന്ന ഒരാൾ
അദ്ദേഹം അവിടെ മരണപ്പെട്ട് ഇത്തരത്തിലൊരു മരണത്തിൽ കിടക്കുമ്പോൾ ആദ്യാവസാനം ഉണ്ടാകേണ്ട നേതാക്കളുണ്ടല്ലോ, അവരെല്ലാവരും ഉണ്ടായിരുന്നോ എന്നുള്ളത് ഗൗരവതരമായി പരിശോധിക്കേണ്ടതാണ്. അത് യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് BJPയുടെ പ്രവർത്തകർ തന്നെ അത് പരിശോധിക്കണം. അവരുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയ ഇത്രയും കാലം അവർക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു മനുഷ്യൻ അവിടെ അങ്ങനെ കിടക്കുമ്പോൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ ഇന്നലത്തെ ചർച്ചയിൽ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ജനൻ TV എന്ന് പറയുന്ന ഒരു ചാനൽ, അവർക്ക് BJPക്ക് പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ചാനൽ, ആ ചാനൽ എത്ര നേരമാണ് ഇദ്ദേഹത്തിന്റെ ഈ വാർത്തയെ സംബന്ധിച്ച് സംപ്രേഷണം ചെയ്തത്? അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങിനെ സംബന്ധിച്ച് എത്ര സെക്കൻഡുകളുള്ള വാർത്ത പ്രക്ഷേപണം ചെയ്തു എന്ന് BJPക്കാർ പരിശോധിക്കട്ടെ. യഥാർത്ഥത്തിൽ അവര് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറി വി ജോയ് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇന്നലെ നമ്മളെ ചർച്ചയിൽ നമ്മൾ ഉന്നയിച്ചതാണ് കൈരളിൽ തന്നെ. അത് യഥാർത്ഥത്തിൽ അനിലേട്ടനെ പോലെയുള്ള ഉറച്ച അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാൾ, തന്റേടിയായ ഒരാൾ, നിരന്തരം അദ്ദേഹം ഉയർത്തുന്ന കാര്യങ്ങൾ ഒരു പേടിയും ഇല്ലാതെ അവതരിപ്പിക്കുന്ന ഒരാൾ, അങ്ങനെ ഒരു വലിയ പ്രാസംഗികനായിട്ടുള്ള ഒരാൾ, അങ്ങനെയുള്ള ഒരാൾ അദ്ദേഹത്തിനെ CPMന്റെ നേതാക്കളോ പോലീസോ ഏതെങ്കിലും തരത്തിലൊരു വാക്ക് കൊണ്ടെങ്കിലും ഭീഷണിപ്പെടുത്തിയിരുന്നെങ്കിൽ അദ്ദേഹം എഴുതുന്ന ആ കത്തിനകത്ത് അങ്ങനെ ഒരു പദം ഉണ്ടായില്ലായിരുന്നോ? അദ്ദേഹം എപ്പോഴും വിമർശിച്ചിരുന്ന CPMനെതിരായി അദ്ദേഹം ഒരു വാക്ക് പറയില്ലേ? ഒരു CPMനെതിരായി അദ്ദേഹം ഒരു വാക്ക് എഴുതാതെ ആ കത്ത് അവസാനിപ്പിക്കുമായിരുന്നോ? അല്ലെങ്കിൽ അങ്ങനെ CPM പേടിപ്പിച്ചാൽ അദ്ദേഹം പേടിക്കുന്ന ഒരാളായിരുന്നു ഞാൻ കരുതുന്നുമില്ല. അങ്ങനെയുള്ള മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ എന്താണ് പറഞ്ഞതെന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ വി മുരളീധരനും മധുവുമൊക്കെ തള്ളിപ്പറഞ്ഞല്ലോ. BJPയുടെ ജില്ലാ നേതാവും വി മുരളീധരനും സംസ്ഥാന നേതാവും ഒക്കെ തള്ളിപ്പറഞ്ഞല്ലോ അദ്ദേഹത്തെ. പക്ഷേ ആത്മഹത്യാക്കുറിപ്പിൽ എന്തായിരുന്നു എന്ന് ഈ റിപ്പോർട്ട് കാണുമ്പോൾ നമുക്ക് ബോധ്യമാകും. BJPയെ വെട്ടിലാക്കുന്നതാണ് കൗൺസിലർ തിരുമല അനിലിൻ്റെ ആത്മഹത്യാക്കുറിപ്പ്. അത് കൈരളി ന്യൂസ് പുറത്തുവിട്ടു. വായ്പയെടുത്ത് BJP പ്രവർത്തകർ തിരിച്ചടയ്ക്കാത്തതാണ് സൊസൈറ്റിയെ പ്രതിസന്ധിയിലാക്കിയതെന്ന് അനിലിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശങ്ങളുണ്ട്. ആത്മഹത്യാക്കുറിപ്പിൽ പോലീസിനെതിരെയോ CPIMനെതിരെയോ ഒരു പരാമർശം പോലുമില്ല. ഈ റിപ്പോർട്ടൊന്ന് കാണൂ. തിരുമല അനിലിന്റെ ആത്മഹത്യയ്ക്ക് കാരണം CPIMും പോലീസുമാണെന്ന് വരുത്തി തീർക്കാനുള്ള BJPയുടെ ശ്രമത്തിനിടെയാണ് അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പ് കൈരളി ന്യൂസ് പുറത്തുവിട്ടത്. താൻ പ്രസിഡന്റായിരിക്കുന്ന ബാങ്കിലെ പ്രതിസന്ധിയാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് കുറിപ്പിൽ പറയുന്നു. നമ്മുടെ ആൾക്കാരെ സഹായിച്ചുവെന്നും കുറിപ്പിൽ പരാമർശമുണ്ട്. അതായത് BJP പ്രവർത്തകരെ സഹായിച്ചെന്നും വായ്പ തിരിച്ചടയ്ക്കാത്ത ഇവർക്കെതിരെ മറ്റു നടപടികളിലേക്ക് കടന്നില്ലെന്നും അനിൽ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്നു. തിരിച്ചടവിൽ ഉണ്ടായ കാലതാമസം ബാങ്കിനെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു. ഇതേ തുടർന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട ആൾക്കാർ വലിയ തോതിൽ സമ്മർദ്ദം നൽകുന്നതായും ഇത് മാനസിക സംഘർഷം തരുന്നുവെന്നും കുറിപ്പിലുണ്ട്. ഇത്രയും നാൾ കൂടെ കൊണ്ടു നടന്ന് കൊലയ്ക്ക് കൊടുത്തില്ലേയെന്ന് അനിലിന്റെ ഭാര്യ ആശ വീട്ടിലെത്തിയ BJP നേതാക്കളോട് ചോദിച്ചതും BJP നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കിയിട്ടുണ്ട്. അനിലിന്റെ ആത്മഹത്യയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് BJPക്ക് ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. ഞാൻ ഇന്നലെ അവരുടെ വീട്ടിൽ പോയിരുന്ന അവസരത്തിൽ ശ്രീ അനിൽകുമാറിൻ്റെ ഭാര്യ കുറച്ച് കാര്യങ്ങൾ എന്നോട് അവർ സങ്കടപ്പെട്ടുകൊണ്ട് വിളിച്ചു പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട്. അതിപ്പോൾ ഞാൻ വ്യക്തമാക്കുന്നില്ല, ഞാനത് പിന്നാലെ വ്യക്തമാക്കാം. കാരണം അവർ പറയുന്ന കാര്യങ്ങൾ അതീവ ഗൗരവമുള്ള വിഷയങ്ങളാണ്. ഇപ്പോഴും അനിൽകുമാറിൻ്റെ ആത്മഹത്യയെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഇത്രയധികം മനസാക്ഷിയില്ലാത്ത ഒരു കൂട്ടരെ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയും. BJPയുടെ കൗൺസിലർ, ജില്ലാ സംസ്ഥാന നേതാക്കൾ എന്നിവർ ബാങ്കിൽ നിന്നും വായ്പയെടുത്തുവെന്ന വിവരം പുറത്തുവരുന്ന ഘട്ടത്തിൽ കൂടിയാണ് അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ പരാമർശങ്ങൾ. BJPയുടെ പ്രചരണം പോലെ പോലീസിനെതിരെയോ CPIMനെതിരെയോ ഒരു പരാമർശം പോലും ആത്മഹത്യാക്കുറിപ്പിൽ ഇല്ല എന്നതും ശ്രദ്ധേയമാണ്. അനിലിന്റെ ആത്മഹത്യയിൽ നേതൃത്വം പ്രതിസ്ഥാനത്തെത്തിയതോടെ ഒരു വിഭാഗം BJP പ്രവർത്തകരും നേതൃത്വത്തോടുള്ള പ്രതിഷേധത്തിലാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. തീർച്ചയായും അംശു വാമദേവൻ ഈ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ മന്ത്രിയോടക്കം ചില കാര്യങ്ങൾ ആ കുടുംബം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. നമുക്ക് കാണാം ആ ശവസംസ്കാര ചടങ്ങിൽ ആ ഭാര്യയും പെൺമക്കളും ഒക്കെ പൊട്ടിക്കരയുന്നത്. ഈ BJP നേതാക്കൾ ഇതൊക്കെ തള്ളിപ്പറഞ്ഞോട്ടെ, പക്ഷേ BJPയുടെ പ്രവർത്തകർ ഇത് കാണുന്നുണ്ടല്ലോ, അല്ലേ അംശു? തീർച്ചയായും യഥാർത്ഥത്തിൽ BJPയുടെ ആത്മാർത്ഥമായ പ്രവർത്തകർ തന്നെ ഇതിനെതിരായി പ്രതികരിച്ച് രംഗത്ത് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ
ഇതുമായി ബന്ധപ്പെട്ടിരുന്ന പോസ്റ്റുകളുടെ താഴെ, ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ താഴെ പരിശോധിച്ചാൽ മനസ്സിലാവും. വന്ന് കമന്റുകൾ കൊടുക്കുന്നത് മുഴുവൻ BJPയുടെ സജീവ പ്രവർത്തകരും ഈ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ടുള്ള ആളുകളുമാണ് അതിന് താഴെ വന്ന് കമന്റ് ചെയ്യുന്നത്. അത് CPM പ്രവർത്തകരോ LDF പ്രവർത്തകരോ ഒന്നും അല്ല എന്നുള്ളത് നമുക്ക് കാണാം. തീർച്ചയായും അംശു, ഈ 15 കൊല്ലമായിട്ട് BJPയുടെ ഇത്രയേറെ സജീവമായ സാന്നിധ്യം, കൗൺസിലർ, ജില്ലാ ജനറൽ സെക്രട്ടറി ഒക്കെ ആയിരുന്ന ഈ തിരുമല അനിൽ 15 വർഷമായി ഈ ടൂർ ഫാം സഹകരണ സംഘത്തിൽ പ്രസിഡന്റായിരിക്കണമെങ്കിൽ അതിൽ BJPക്ക് ഒരു ബന്ധവുമില്ലേ? അതിൽ സംശയം എന്താണ്? BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു സഹകരണ സംഘമാണെന്ന് നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അറിയാം. പക്ഷെ BJPയുടെ ജില്ലാ അധ്യക്ഷനും V മുരളീധരനും അറിയില്ല എന്ന് പറയുമ്പോൾ അവർക്ക് എന്തോ കാര്യമായിട്ടുള്ള മാനസിക നിലയിൽ എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. അവർക്ക് മാത്രമല്ല ഈ ഫാം ടൂറിസത്തിന് ഏതെങ്കിലും അവാർഡ് കിട്ടിയിരുന്നെങ്കിൽ V മുരളീധരൻ പറഞ്ഞേനെ BJPയുടെ നേതൃത്വത്തിലുള്ള തിരുമല അനിലിന്റെ ക്രെഡിറ്റ് ആണെന്ന്. പക്ഷെ ഇപ്പോൾ തള്ളിപ്പറയുകയാണ്. അത് എങ്ങനെയാണ് ഒരു മനുഷ്യനെ, നമ്മളെല്ലാം പൊതുപ്രവർത്തകരാണ്, നമുക്ക് സ്വാഭാവികമായി വിഷമം ഉണ്ടാകുന്ന ഒരു മനുഷ്യൻ ഒരു 40 കൊല്ലത്തിലധിക കാലം തന്റെ ജീവിതത്തിൽ, 56 വയസ്സായ ഒരു മനുഷ്യൻ 40 കൊല്ലത്തിലധിക കാലം തന്റെ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിച്ചു. ഒടുവിൽ ആ പ്രസ്ഥാനത്തിൽ നിന്ന് ഉണ്ടായ ചതിയുടെ ഭാഗമായി മരിക്കേണ്ടി വരികയാണ്. മരണത്തെ മനസ്സോടുകൂടി അതായത് കുടുംബത്തെ ഉപേക്ഷിച്ച് മരണത്തെ വരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ആ പ്രസ്ഥാനം തള്ളിപ്പറയുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ എങ്ങനെയാണ്, നമുക്കൊക്കെ എങ്ങനെയാണ് സഹിക്കാൻ കഴിയുക? അദ്ദേഹത്തിന് എങ്ങനെ നീതി ഉറപ്പാക്കും? അദ്ദേഹത്തിന്റെ കുടുംബത്തിന് എങ്ങനെ നീതി ഉറപ്പാക്കും? ഇത് യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖരനും ഇവിടുത്തെ BJPയുടെ നേതാക്കന്മാർ ചെയ്യേണ്ടതെന്നാണ്. ഇങ്ങനെ സംഭവിച്ചു പോയി അവിടെ, പക്ഷേ കുടുംബത്തോട് പറയണം, ഞങ്ങൾ ഈ കുറ്റക്കാരെ ഞങ്ങൾ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും, അവരാരാണെന്നുള്ളത് കൊണ്ടുവരും, അനിലിന് ഭരണശേഷമാണെങ്കിൽ നീതി ഉറപ്പാക്കും, ആ നിങ്ങളോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയോടും മക്കളോടൊപ്പം ഈ പ്രസ്ഥാനമുണ്ട് എന്ന ആർജവത്തോടെ പറയാൻ അവർക്ക് കഴിയണ്ടേ? അത് അവർ കഴിയുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് തീർച്ചയായും. അംശു, വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. കമലേഷ് തെക്കേക്കാട് ആ പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരുകയും വിറക് വെട്ടുകയും 24 മണിക്കൂറും അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം പോലും അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചു എന്നാണ് പറയുന്നത്. കാരണം ആ അർത്ഥത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമാകെ. അംശുവിനോടൊക്കെ പറഞ്ഞ കാര്യം അറിയാം. കാരണം കുടുംബത്തോടൊപ്പം ആരോഗ്യം പോലും നോക്കാനാകുന്നില്ല. മണലടിക്കാൻ പിന്തുണയ്ക്ക് വേണ്ടിയല്ല BJPയിൽ ചേർന്ന് 14ാമത്തെ വയസ്സിലാണ് RSS ശാഖയിൽ പോയത്. ഇതൊക്കെയാണ് അദ്ദേഹം വളരെ വേദനയോടുകൂടി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇത് തന്നെയാണ് പറയുന്നത്. പക്ഷേ നിർദാക്ഷിണ്യം അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും തള്ളിപ്പറയുകയാണ് BJP. ഒരുപക്ഷെ വലിയ വിമർശനം പ്രവർത്തകർക്കിടയിലുണ്ടല്ലേ? അജിംഷാ, തീർച്ചയായിട്ടും ആ നിലയിലുള്ള പ്രതികരണമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും വരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ, അതായത് ഈ രാജീവ് ചന്ദ്രശേഖർ ഇട്ട, നേരത്തെ അംശു സൂചിപ്പിച്ചതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പോസ്റ്റിന് കീഴിൽ ഉൾപ്പെടെ പ്രവർത്തകർ വന്ന് BJP നേതൃത്വത്തെ വലിയ തരത്തിൽ വിമർശിക്കുന്ന കാഴ്ച കാണാനായിട്ടുണ്ട്. നിലവിലിപ്പോൾ മുൻ സംസ്ഥാന അധ്യക്ഷനും അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റും ഉൾപ്പെടെ ഈ നിലയിലുള്ള, അതായത് മരിച്ചിട്ടും ആ അനിലിനെ കൈയൊഴിയുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ നിലവിൽ BJP നേതൃത്വം സ്വീകരിക്കുന്നത്. ആ നേതൃത്വത്തിനെതിരെ, ആ നിലപാടിനെതിരെ വലിയ പ്രതിഷേധവും അമർഷവും പ്രവർത്തകർ രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനമായും നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ പൂർണ്ണമായും BJP നേതൃത്വം അനിലിനെ തള്ളിപ്പറയുന്നുണ്ടെങ്കിൽ പോലും വളരെ സത്യസന്ധമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരു നേതാവായിരുന്നു അനിൽ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ തരത്തിലുള്ള ചില ആളുകൾ കള്ളത്തരം കാണിക്കുകയും ഈ ഫണ്ട് മുക്കുകയും ദ്രോഹിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് സ്വന്തം ജീവിതം, അതായത് പലർക്കും, നിക്ഷേപകരിൽ പലർക്കും ഒരു പ്രത്യേക സമയം പറഞ്ഞ് ആ സമയത്തിനകം പൈസ തിരിച്ചു കൊടുക്കാമെന്ന് അദ്ദേഹം വാക്ക് നൽകിയിരുന്നു. ആ വാക്ക് പാലിക്കാൻ വേണ്ടിയാണ് ഈ സംസ്ഥാന നേതൃത്വത്തെ ഉൾപ്പെടെ ചെന്ന് കണ്ട് ഇതിൽ ഇടപെടണമെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അവരെല്ലാവരും തള്ളിക്കളഞ്ഞപ്പോഴാണ് തൻ്റെ വാക്ക് പാലിക്കാൻ കഴിയാത്തതിലുള്ള മനോവിഷമം കൂടിയാണ് ഈ നിലയിൽ ജീവൻ ഒടുക്കുന്നതിലേക്ക് അദ്ദേഹത്തിന് പോകേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് BJP നേതാക്കൾ കാണിച്ച കള്ളത്തരം കാണിക്കാൻ അറിയാത്ത ഒരു നേതാവ് കൂടിയായിരുന്നു തിരുമല അനിൽ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് സ്വന്തം ജീവിതം അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് അദ്ദേഹത്തിന് പോകേണ്ടി വന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നിട്ട് പോലും ഈ മരണശേഷം പോലും അദ്ദേഹത്തെ കൈയൊഴിയുന്ന നിലപാടിലേക്ക് BJP സംസ്ഥാന നേതൃത്വം പോകുന്നു എന്നുള്ളതാണ്. BJPയുടെ സാധാരണക്കാരായ പ്രവർത്തകരോട് BJP നേതൃത്വം നാളെ മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നതാണ് സാഹചര്യം. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ പ്രധാനമായും പറയുന്നത്, ഇത് BJPയുടെ സഹകരണ സംഘമല്ല, അനിൽ വ്യക്തിപരമായി നടത്തുന്ന സഹകരണ സംഘമാണ്. അനിൽ ലോൺ നൽകിയിട്ടുള്ളത് അനിലിൻ്റെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം കൂടി V മുരളീധരനോട് ചോദിക്കുന്നുണ്ട്.
ഉണ്ട്. അങ്ങനെയെങ്കിൽ BJPയുടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ ഈ സംഘത്തിൽ നിന്ന് വായ്പ നേടിയിട്ടില്ല, വായ്പ എടുത്തിട്ടില്ല എന്ന് പറയാൻ അങ്ങേക്ക് കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ അക്കാര്യത്തിൽ തനിക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞൊഴിയുകയാണ് ചെയ്യുന്നത്. അവർക്കറിയാം ജില്ലാ നേതാക്കളും സംസ്ഥാന നേതാക്കളും തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലറായിട്ടുള്ള BJP നേതാവ് ഉൾപ്പെടെ 35 ലക്ഷത്തിൽ കൂടുതൽ തുക എടുത്തിട്ടുണ്ട്. അത് തിരിച്ചടക്കുന്നില്ല. തിരിച്ചടക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ നമുക്ക് കോടതിയിൽ വെച്ച് കാണാം, എനിക്ക് സൗകര്യമില്ലെന്ന് പറയുന്ന നേതാക്കൾ ഉൾപ്പെടെ ഇതിനകത്തുണ്ട്. ഇതെല്ലാമാണ് വലിയ മാനസിക വിഷമത്തിലേക്ക് അനിലിനെ തള്ളിവിട്ടത്. അതിൻ്റെ ഭാഗമായാണ് ജീവനൊടുക്കിയത്. ഇതെല്ലാം നമ്മുടെ കൺമുന്നിൽ നടക്കുമ്പോൾ പോലും അനിൽ വ്യക്തിപരമായി കൊണ്ടുപോകുന്ന സംഘമാണ്. BJPക്ക് ബന്ധമില്ല, BJP ഈ വിഷയം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ. ആ മനുഷ്യനെ മരണശേഷവും നടുക്കടലിലേക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ തള്ളിയിടുന്ന തരത്തിൽ, അദ്ദേഹത്തെ അപമാനിക്കുന്ന തരത്തിൽ BJP പറയുമ്പോൾ ആലോചിക്കുക, പഞ്ചാഗ്നി മധ്യേ നിങ്ങൾ തപസ് ചെയ്താലും ആ പാപമോക്ഷം നിങ്ങൾക്കുണ്ടാകില്ല, നിങ്ങളുടെ തന്നെ വിശ്വാസപ്രകാരം. എന്തായിരുന്നാലും BJP ചെയ്യുന്നത് ക്രൂരതയാണ്. വി മുരളീധരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ആ പാവം മനുഷ്യനെ തള്ളിപ്പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ജീവനോടെ കാത്തിരിക്കുന്ന ഈ BJPയിൽ നിന്ന് എന്തെങ്കിലും നീതി ലഭിക്കും എന്നതിൻ്റെ വാക്ക് പ്രതീക്ഷിക്കുന്ന ആ 2 പെൺമക്കളും ഒരു ഭാര്യയുമുണ്ട്. BJPക്ക് വേണ്ടി ജീവിച്ച ആ മനുഷ്യൻ്റെ ഭാര്യയും മക്കളും. അതാലോചിക്കുക BJP. ഇനി കൈരളി റിപ്പോർട്ടർ സുലേഖ ശശികുമാറിനെതിരെ BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ അധിക്ഷേപം. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉരുണ്ടുകൂടുകയാണ്. രാജീവ് ചന്ദ്രശേഖർ മാപ്പ് പറയണം, പരസ്യമായി മാപ്പ് പറയണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം ഇനി 2 ദിവസം പറയും. നിങ്ങളോട് ആരാ പറഞ്ഞ്? അല്ല, നിങ്ങളോട് ആരാ പറഞ്ഞ്? ഈ അല്ല പറയൂ, അത് നിങ്ങളുടെ ഏത് ചാനലാണ്? മതി അവിടെ ഇരുന്നാ മതി, നിന്നാ മതി അവിടെ. ചോദിക്കരുത്, നിങ്ങൾ ചോദിക്കരുത്. ഇല്ല, ഞാൻ മറുപടി തരില്ല. തിരുവനന്തപുരത്തെ BJP കൗൺസിലർ തിരുമല അനിൽ ആത്മഹത്യ ചെയ്തതിനെക്കുറിച്ചുള്ള കൈരളി ന്യൂസിന്റെ ചോദ്യത്തിനാണ് രാജീവ് ചന്ദ്രശേഖർ അധിക്ഷേപം നിറഞ്ഞ പരാമർശം നടത്തിയത്. റിപ്പോർട്ടർ സുലേഖ ശശികുമാറിനെ നീ എന്ന് വിളിച്ചായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ ആക്രോശം. കാണിച്ചു തരാം എന്ന ഭീഷണിയുമുണ്ടായി. രാജീവ് ചന്ദ്രശേഖർ മാപ്പ് പറയണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. മകളുടെ പ്രായത്തിലുള്ള മാധ്യമപ്രവർത്തകയോട് രോഷാകുലനായി നീ എന്നൊക്കെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന നിലയിലാണ് BJP സംസ്ഥാന പ്രസിഡന്റ് സ്വീകരിച്ചത്. അത് വളരെ തരംതാണു പോയി. അവരവരുടെ ജോലി ചെയ്യുന്നു, പരസ്യമായി മാപ്പ് പറയുകയാണ് ചെയ്യേണ്ടത്. രാജീവ് ചന്ദ്രശേഖറിന്റെ ഭീഷണി വിലപ്പോവില്ല എന്ന് CPIM നേതാവ് എളമരം കരീം പറഞ്ഞു. ആരായാലും അവർക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ വരുമ്പോൾ മാധ്യമപ്രവർത്തകരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. മാത്രമല്ല, ഒരു ഭീഷണി സ്വരത്തിൽ അദ്ദേഹം സംസാരിച്ചു. അതേസമയം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ പോസ്റ്റ് വൈറലാണ്. 100 കണക്കിന് ലൈക്കും ഷെയറും കമന്റുകളുമാണ് പോസ്റ്റിലേക്ക് പ്രവഹിക്കുന്നത്. സുലേഖ ശശികുമാറിനെതിരായ രാജീവ് ചന്ദ്രശേഖറിന്റെ ഭീഷണിയിൽ വലിയ തോതിലുള്ള പ്രതിഷേധവും സമൂഹമാധ്യമങ്ങളിൽ ഉയരുകയാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. തീർച്ചയായും ഈവനിംഗ് ഡിബേറ്റിനി മറ്റൊരു വിഷയത്തിലേക്ക് പോവുകയാണ്. അതും അധമ സംസ്കാരത്തിൻ്റെ പ്രതിഫലനമായി കേരള രാഷ്ട്രീയത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായ, ഒറ്റപ്പെട്ടതല്ല, നിരന്തരമായി പ്രതിപക്ഷത്ത് നിന്ന് എത്തിക്കൊണ്ടിരിക്കുന്ന പുഴുക്കുത്ത് പ്രവർത്തികൾ, സ്ത്രീവിരുദ്ധത, ഇതിൻ്റെയൊക്കെ മകുട ഉദാഹരണമായിരുന്നു KJ ഷൈൻ ടീച്ചർക്കെതിരെ ഉണ്ടായിരുന്ന കള്ളക്കഥയും അത് പ്രചരിപ്പിച്ചതും. ഇതാ KJ ഷൈൻ ടീച്ചർക്കെതിരെ അപവാദ പ്രചരണ കേസിൽ കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണൻ്റെ വീട്ടിൽ പരിശോധന. എറണാകുളം റൂറൽ സൈബർ പോലീസാണ് പരിശോധന നടത്തിയത്. ഗോപാലകൃഷ്ണൻ്റെ മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുക്കും. ഇപ്പോൾ വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, PD സതീശന് വേണ്ടി അടക്കം എല്ലാ സൈബർ പ്രവർത്തനങ്ങളും നടത്തുന്നുവെന്ന് ഒരു വേള പറഞ്ഞിരുന്ന ആളാണോ ഈ ഗോപാലകൃഷ്ണൻ? ആ ഗോപാലകൃഷ്ണനിലേക്കാണോ ഇപ്പോൾ സൈബർ പോലീസ് എത്തുന്നത്? അങ്ങനെയെങ്കിൽ തെളിവുകളുണ്ട്. അതെ, ആ ഗോപാലകൃഷ്ണൻ തന്നെയാണ്. ആ ഗോപാലകൃഷ്ണൻ ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയുമാണ്. FIRൽ 2 പ്രതികളാണുള്ളത്. അതിലൊന്ന് ഷാജഹാൻ, ഒന്ന് ഈ ഗോപാലകൃഷ്ണൻ. പറവൂരിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവാണ്. കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ പ്രധാനിയാണ്. VD സതീശൻ്റെയൊക്കെ അടുത്ത അനുയായിയുമാണ്. അത് അയാളും സമ്മതിച്ചിട്ടുമുണ്ട്. ഈ ഗോപാലകൃഷ്ണനാണ് ഈ ഷൈൻ ടീച്ചർക്കെതിരായ അധിക്ഷേപ പ്രചരണത്തിന് തുടക്കമിട്ടത് എന്ന് ഷൈൻ ടീച്ചർ തന്നെ നേരത്തെ പ്രതികരിച്ചിരുന്നു. അത് പോലീസിനും അക്കാര്യം വ്യക്തമാവുകയും ചെയ്തു. ഈ ഗോപാലകൃഷ്ണനും KM ഷാജഹാനുമാണ് ഇത്തരത്തിൽ അധിക്ഷേപ പ്രചാരണത്തിന് തുടക്കമിട്ടത് എന്നുള്ള കാര്യം പോലീസിന് വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടുപേരെയും പ്രതി ചേർത്തുകൊണ്ട്
FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. ഇന്നിപ്പോൾ വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് പോലീസ് നടത്തിയത്. ഈ ഗോപാലകൃഷ്ണൻ്റെ വീട്ടിൽ, പറവൂരിലുള്ള വീട്ടിൽ വളരെ വിശദമായ സമഗ്രമായ ഒരു പരിശോധന പോലീസ് നടത്തി. ഏതാണ്ട് 1 മണിക്കൂറിലധികം നീണ്ടുനിന്ന പരിശോധനയ്ക്കൊടുവിൽ ഗോപാലകൃഷ്ണൻ്റെ ഫോൺ പോലീസ് പിടിച്ചെടുക്കുകയുണ്ടായി. ഫോൺ എന്ന് പറഞ്ഞാൽ ഈ അധിക്ഷേപ പ്രചാരണത്തിന് സാമൂഹ്യ മാധ്യമത്തിലൂടെ അധിക്ഷേപിക്കുന്നതിനായി ഉപയോഗിച്ച അതേ ഫോൺ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഈ ഫോൺ സ്വാഭാവികമായും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. അങ്ങനെ വിധേയമാക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ തന്നെയാണ് ഈ അധിക്ഷേപ പോസ്റ്റുകൾ ഇട്ടത്, ആ ഫോണിൽ നിന്ന് തന്നെയാണ് അത് ചെയ്തത് എന്നുള്ള കാര്യം ശാസ്ത്രീയമായി തെളിയിക്കാൻ പോലീസിന് കഴിയുകയും ചെയ്യും. അതുകൊണ്ടൊരു നിർണായക തെളിവായി ഈ ഫോണിനെ പോലീസ് കാണുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പരിശോധനയ്ക്ക് എത്തുമ്പോൾ ഗോപാലകൃഷ്ണൻ അവിടെയില്ല. ഈ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതിന് പിന്നാലെ ഗോപാലകൃഷ്ണൻ ഒളിവിൽ പോയിരിക്കുകയാണ് എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ പോലീസ് സ്വാഭാവികമായും നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഗോപാലകൃഷ്ണനെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ച് നോട്ടീസ് നൽകിയിട്ടുണ്ട്. നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നുള്ളതാണ് ഗോപാലകൃഷ്ണന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ പരിശോധന ഗോപാലകൃഷ്ണൻ്റെ വീട്ടിൽ മാത്രം എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കാരണം ഒട്ടേറെ പേർ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ സൈബർ വിഭാഗം ഇത്തരത്തിലുള്ള അധിക്ഷേപ പ്രചരണം നടത്തിയിട്ടുണ്ട്. അത് ഗോപാലകൃഷ്ണൻ, ഷാജഹാൻ, അതുകൂടാതെ മാത്രമല്ല ഉമേഷ്, മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും നിർണായകമായത് സതീശനോട് ഈ വിഷയത്തിലുള്ള ആദ്യ പ്രതികരണം നമ്മൾ തേടുന്നു, മാധ്യമപ്രവർത്തകരെല്ലാം തേടുന്നു. അപ്പോൾ മൈക്കിന് മുമ്പിൽ VD സതീശൻ പറയുന്നത് തൻ്റെ മേക്കിട്ട് എല്ലാ വിഷയത്തിനും തൻ്റെ നെഞ്ചത്തോട്ട് കയറുന്നത് എന്തിന് എന്ന സുരേഷ് ഗോപിയുടെ വാക്കുകൾ കടമെടുത്ത് അദ്ദേഹവും പറയുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പറയുന്നു, ഇത് കോൺഗ്രസിൻ്റെ സൈബർ ഗ്രൂപ്പുകളൊന്നും പ്രചരിപ്പിച്ചില്ല എന്ന് താൻ പറയുന്നില്ല. പിന്നെന്താണ്, കോൺഗ്രസും CPIM-ഉമായി ഇപ്പോൾ സൈബർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ചിലർ പ്രചരിപ്പിച്ചേക്കാവുന്നത് എന്ത്, അതായത് ലക്ഷണമൊത്ത ലൈംഗിക കുറ്റകൃത്യം നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിക്കുന്നു. അതിന് ബദലായിട്ടാണ് ഇത് എന്ന് വളഞ്ഞിട്ട് പറയുകയാണ് അദ്ദേഹം, അതും പറവൂരിൽ നിന്ന്. അതാണിപ്പോൾ ഗോപാലകൃഷ്ണൻ ചെട്ടിശ്ശേരിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഉമേഷ്, അതെ അജിംഷാദ്, അത് ഈ 1-2 ആളുകളിൽ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവർ തുടങ്ങി വെച്ച ഈ അധിക്ഷേപ പ്രചരണം ഒട്ടേറെ പേർ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ തന്നെ അറിയപ്പെടുന്ന മുഖങ്ങളായ പലരും, പ്രത്യേകിച്ച് ജിൻഡോ ജോൺ, BRM ഷഫീർ അടക്കമുള്ളവരും ആ പ്രചരണം ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഇത് അതുകൊണ്ടാണ് ഈ പ്രതിപക്ഷ നേതാവിനും ഇവിടുത്തെ എറണാകുളം DCC പ്രസിഡന്റും ഒന്നും അവരെ തള്ളിപ്പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അത്തരത്തിലുള്ളവരെ എങ്ങനെയാണ് നിയന്ത്രിക്കാൻ കഴിയുക എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന പലരും ആസൂത്രിതമായി ഈ പ്രചാരണം തുടർന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തിലാണ് എടുത്തിട്ടുള്ളത്. അത് ഷൈൻ ടീച്ചറുടെ മാത്രം പരാതിയല്ല, ജില്ലയിലെ തന്നെ 4 CPIM MLA-മാർ ഈ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. അവരെയൊക്കെ അധിക്ഷേപിക്കുന്ന തരത്തിലാണ് ഈ പ്രചരണം ഉണ്ടായിട്ടുള്ളതെന്ന് ചൂണ്ടിക്കാട്ടി അവരും പരാതി നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ചേർത്താണ് മുനമ്പം DYSPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഇപ്പോൾ അന്വേഷിച്ച് വരുന്നത്. ആ അന്വേഷണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നീക്കമാണ് ഇന്നുണ്ടായത്, ഈ ഗോപാലകൃഷ്ണൻ്റെ പിടിച്ചെടുക്കുക എന്നുള്ളത്. ഇതുകൂടാതെ ഒരാളെ കൂടി ഇന്ന് അധികമായി പ്രതി ചേർത്തിട്ടുണ്ട്. അത് കൊണ്ടോട്ടി അബു എന്ന ഫേസ്ബുക്ക് പേജിൻ്റെ ഉടമ, അയാൾ പ്രതി ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ 3 പേരാണ് ഈ പ്രതികൾ. പക്ഷേ അതിൽ അവസാനിക്കില്ല. അതെ, ആ തരത്തിലുള്ള കോൺഗ്രസിൻ്റെ UDF വിഭാഗത്തിൽ നിന്ന് തന്നെയാണ് ആ ഫേസ്ബുക്ക് അക്കൗണ്ടും ഉള്ളത് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അധിക്ഷേപ പ്രചരണം നടത്തിയ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് കൂടിയാണത്. അതിന് പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് പോലീസ് പരിശോധിച്ച് വരികയാണ്. ഈ പ്രചരണം നടത്തിയവരുടെ വിവരങ്ങൾ അത് ഔദ്യോഗികമായി ലഭിക്കുന്നതിന് വേണ്ടി, അവരെക്കുറിച്ച് വിശദാംശം ലഭിക്കുന്നതിന് വേണ്ടി ഫേസ്ബുക്കിൻ്റെ മാതൃസ്ഥാപനമായ മെറ്റയ്ക്ക് കത്ത് നൽകിയിരുന്നു. അവരുടെ മറുപടി ലഭിച്ചിട്ടില്ല. ആ മറുപടി അതൊരു പ്രധാനമായി തന്നെയാണ് കാണുന്നത്. തീർച്ചയായും ഇപ്പോൾ CPIM നേതാവ് നാസർ കൊളായി കൂടി ചേരുന്നുണ്ട്. ഉമേഷ് ദയവായി തുടരൂ. നാസർ കൊളായി, അതായത് കോൺഗ്രസ് ഹാൻഡിലുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾക്ക് പ്രതികാരമെന്നോണം ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുന്നതെന്ന് ഇൻഡയറക്റ്റായി VD സതീശൻ തന്നെ സൂചിപ്പിച്ചതാണ്. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ VD സതീശൻ്റെ അനുയായി, VD സതീശന് വേണ്ടി സൈബർ പോരാട്ടം നടത്തുന്നു എന്ന് പല ഘട്ടങ്ങളിലും പറഞ്ഞ ഗോപാലകൃഷ്ണനിലേക്ക് കാര്യങ്ങൾ, തെളിവുകൾ ചെന്നെത്തുന്നത്. എന്താണ് ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് നാസർ കൊളായി? എവിടെ എത്തിച്ചേർന്നിരിക്കുന്നു എന്നതിന്റെ നിലവാരം മാത്രമാണ് ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. സ്വാഭാവികമായി നമ്മുടെ നാട്ടിൽ പല ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടാവാറുണ്ട്. നേരത്തെ നമ്മളിത് ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞതാണ്. ചില
ചില ആരോപണങ്ങളിൽ കഴമ്പുണ്ടാവും, ചില ആരോപണങ്ങളിൽ കഴമ്പുണ്ടാവില്ല. പക്ഷേ കേരളം അടുത്ത കാലത്ത് ദർശിച്ചതിലെ ഏറ്റവും വലിയ ആരോപണമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വളരെ വ്യക്തമായിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ പോലും കൃത്യമായ ഒരു നിലപാടെടുക്കാൻ ഇന്ന് വരെ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെന്ന് ചിലർ പറയും, അകത്താക്കിയെന്ന് ചിലർ പറയും, നിയമസഭയിൽ വരട്ടെ എന്ന് പറയും, വരണ്ടെന്ന് പറയും. അങ്ങനെ കൃത്യമായ ഒരു തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ പോലും എടുക്കാൻ കഴിയാതെ നട്ടം തിരിയുന്ന കോൺഗ്രസ് ആരുടെ പേരും എതിരാളികളുടെ പേരിൽ ചെളിവാരി എറിയുക, അതിന് ഏത് വൃത്തികെട്ടവന്മാരെയും ഉപയോഗിക്കുക, അതിന് വൃത്തികെട്ട മാധ്യമങ്ങളെ ഉപയോഗിക്കുക, എന്നിട്ട് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ചാനലിൽ ഇരുന്ന് സംസാരിക്കുന്ന ഇത് കോൺഗ്രസിന്റെ മുഖമാണെന്ന് നാട്ടിൽ ധരിച്ച ആളുകളെ കൊണ്ട് എന്ത് തമ്മാടിത്തരവും പറയിപ്പിക്കുക. അവസാനം ഇത് തിരിച്ചടിക്കുമ്പോ എന്താ പറയപ്പോ അതിനൊക്കെ തിരിച്ചടിക്കുമ്പോ എന്ത് പറയണം എന്ന് അറിയാതെ ഗതികെട്ട് നിൽക്കുന്ന ഒരു കോൺഗ്രസിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയത്തിന്റെ നിലപാടുകളെ തകർത്തെറിയുന്ന രാഷ്ട്രീയ മാന്യത പാലിക്കാത്ത കോൺഗ്രസ് ആണ്. അത് വി.ഡി. സതീശൻ അനുയായികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് നമുക്ക് പറയേണ്ടി വരും. വലിയ ബോംബ് പൊട്ടാനുണ്ട് എന്നായിരുന്നു വി.ഡി. സതീശൻ പറഞ്ഞത്. വലിയ ബോംബ് പൊട്ടാനുണ്ട്. ഈ ബോംബായിരുന്നോ വി.ഡി. സതീശൻ കരുതി വെച്ചിരുന്നത്? ഇത്തരം കള്ളത്തരായിരുന്നോ വി.ഡി. സതീശൻ? അത് മാത്രമല്ല, ഇത് പച്ച നുണയാണെന്നുള്ള തെളിവുണ്ട്. കാരണം ഇത് പച്ച നുണയാണെന്നുള്ള തെളിവ്. കാരണം ഇതിന് ശേഷം ഷൈൻ ടീച്ചറും ഭർത്താവും കണ്ടു. ഈ കോൺഗ്രസ്സുകാർ പ്രചരിപ്പിച്ചതുപോലെ ചവിട്ടിപ്പൊളിച്ച വാതിൽ നിങ്ങൾ കാണുന്നുണ്ടോ? ഈ വാതിലാണ് ചവിട്ടിപ്പൊളിച്ചതെന്ന് പറഞ്ഞത്. നല്ല വാതില്. എന്തൊരു കള്ളത്തിന്! ആ ഭർത്താവ് ഉൾപ്പെടെ രംഗത്തെത്തി പറയുകയാണ്. അതായത് ഇത് തുടക്കത്തിലെ കള്ളമാണെന്ന് പൊളിഞ്ഞു. പക്ഷേ ഇത്തരം ദുഷ്ടലാക്കുകൾ ചെയ്യാൻ, അതും ഒരു വനിതാ പ്രവർത്തകയ്ക്കെതിരെ ഇങ്ങനെ പച്ചക്കള്ളം പ്രചരിപ്പിക്കാൻ വി.ഡി. സതീശൻ്റെ അനുയായികൾക്കടക്കം ഉണ്ടാകുന്ന ധാർമ്മികതയെ സംബന്ധിച്ചാണ് നമ്മളെ അസ്വസ്ഥമാക്കുന്നത്. നാസർ കുളായി, അജിംഷാദെ, എന്ത് ധാർമ്മികതയാണ് നിങ്ങൾ ഈ പറയുന്നത്? കോൺഗ്രസിന്റെ ധാർമ്മികത ഈ കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കന്മാര് തന്നെ കാണിക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ കെ മുരളീധരനെ കുറിച്ച് ചാനൽ മുറിയിൽ ഇരുന്നിട്ട് വിളിച്ചു പറഞ്ഞ തമ്മാടിത്തം. ഒരു മനുഷ്യന് ആ ബക്കറ്റ് KPCC ആഫീസിലെ ഒരു മുറിയിൽ ബക്കറ്റ് വെച്ചു, എന്നിട്ട് വൃത്തികേട് കാണിച്ചു, കഴുകുന്നതിന് വെള്ളം ചോദിച്ചു എന്നൊക്കെ ഒരു ചാനൽ ചർച്ചയിൽ കുടുംബ സദസ്സിലിരുന്ന ഒരു മനുഷ്യനെ കാണാൻ പറ്റുമോ? ഇത് പുറമേ നിന്നുള്ള ആരെങ്കിലും പറഞ്ഞതാണോ? KPCCയുടെ പ്രസിഡന്റായിരുന്ന മുരളീധരനെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നു, രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ മുരളീധരൻ പറയുന്നു. ഇവർ പരസ്പരം വിളിച്ചു പറയുന്ന ഈ തമ്മാടിത്തം എന്നല്ലാതെ എന്താ പറയാ? ഷൈൻ ടീച്ചർ താമസിക്കുന്ന വീട്ടിനടുത്ത് ആളുകൾ താമസിക്കുന്നില്ലേ? അടുത്ത വീട്ടുകാർ ഓടി വന്നു, അവർ കണ്ടു, അവർ ഇടപെട്ടു, അങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നൊക്കെ പച്ച കള്ള പറയുമ്പോ എന്താന്ന് വെച്ചാല് ഇതിനൊരു തത്വശാസ്ത്രം അജിംഷാദെ. ഒരു നുണ ലോകം ചുറ്റി വരും. സത്യം ചെരുപ്പിട്ടിറങ്ങുമ്പോഴേക്കും നുണ ലോകം ചുറ്റി വരികയാണ്. ഇപ്പോഴും അജിംഷാദിന് സംശയമുണ്ടോ? ഈ പറയുന്ന ഷാജഹാൻ എന്ന് പറയുന്ന രാഷ്ട്രീയ തമ്മാടി എന്ന പച്ച മലയാളാണ് അതിൽ ഉപയോഗിക്കേണ്ടത്. അവനടക്കം പറഞ്ഞിട്ടുള്ള തമ്മാടിത്തം ഇപ്പോഴും ഈ നാട്ടിൽ ഏറ്റുപിടിക്കുന്ന സൈബർ പോരാളികൾ കോൺഗ്രസിലുണ്ട്. ഇന്നത്തെ ദിവസം ഞാൻ കണ്ടതുണ്ട് ഈ സൈബർ പോരാളികൾ ഇത് ഏറ്റുപിടിച്ചത്. ഇത് തിരിച്ചറിയാത്ത എത്ര മനുഷ്യന്മാരുണ്ട്. എന്തിന് അതായത് നാസർ കുളായി, എന്തിന് ഈ സാക്ഷാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തന്നെ ശബ്ദം പുറത്തെത്തി അദ്ദേഹം പോലും അത് നിഷേധിച്ചിട്ടില്ല ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നത്. ഇത് വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി, ഷാഫി പറമ്പിലിന് വേണ്ടിയാണ് കോൺഗ്രസ് സൈബർ ഇടം നിന്നത്. അവിടെ വി.ഡി. സതീശനെ അവരെ തള്ളിയത്. അപ്പോൾ അതിന്റെ ഒരു നിലവാരം നോക്കണം. നിലവാരത്തിനെ കുറിച്ച് നിങ്ങൾ നോക്ക്. സാംസ്കാരിക കേരളത്തിന്റെ സാംസ്കാരിക നായകനൊക്കെ എന്ന് പറഞ്ഞ് ചാനൽ ചർച്ചയിൽ വന്ന് സംസാരിക്കുന്ന മനുഷ്യനാണ് M.N. കാരശ്ശേരി. അയാൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാൻ വന്നില്ലേ? അയാൾക്കൊരു അവസരം കൊടുക്കണം, ചെറുപ്പക്കാരനാണ് എന്നൊക്കെ പറയും. നമ്മുടെ സാംസ്കാരിക ലോകം പോലും എവിടേക്കാ പോകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. M.N. കാരശ്ശേരിയെ പോലുള്ള ഒരു മനുഷ്യൻ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുമ്പോ പിന്നെ കോൺഗ്രസുകാരുടെയും വി.ഡി. സതീശന്റെയും ഒക്കെ കഥ പറയണം. അതുകൊണ്ട് കോൺഗ്രസുകാരിൽ നിന്ന്, വർത്തമാനകാല കോൺഗ്രസുകാരിൽ നിന്ന് സംസ്കാരം എന്ന കാര്യം നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെയും ചാനൽ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ചിലപ്പോൾ ആരോപണങ്ങൾ ഉണ്ടാവും, പ്രത്യാരോപണങ്ങൾ ഉണ്ടാവും. അതിൽ ചിലത് സത്യങ്ങൾ ഉണ്ടാവും, ചിലത് തെളിയിക്കപ്പെടും, ചിലത് സത്യമല്ല എന്ന് ബോധ്യപ്പെടും. ആരോപണ വിധേയനായ ആളുകൾക്ക് മാന്യത തിരിച്ച് നടപടിയെടുത്ത പാർട്ടികൾ ചെയ്തു കൊടുക്കും. ഇതൊക്കെ നമ്മുടെ രാജ്യത്തുള്ളതാണ്. ലോക ചരിത്രത്തിൽ ഞാൻ ആമുഖമായി മുമ്പ് പറഞ്ഞതുപോലെ ആദം നബിയോട് ദൈവം കനി ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞിട്ട് കനി ഭക്ഷിച്ച ആദം നബിയുടെ പിന്മുറക്കാരാണ് ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ. ഈ ആരോപണങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയുമ്പോഴും ഒരു കുടുംബത്തെ കയറി അങ്ങോട്ട് ആക്രമിക്കുക, എന്തും പറയുക, തെളിവ് വേണ്ട, ഒരു തെളിവും. എന്നിട്ട് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിന്റെ BRM ഷഫീറിനെ പോലെയുള്ള ആളുകൾ വ്യക്തിഗത ഭാഷയിൽ പറയാ. അതുപോലെ തന്നെ മറ്റൊരു വിദ്യാനുണ്ടല്ലോ, പേര് നാവുന്നുമ്പത്തൊന്ന് പോയി കോൺഗ്രസിന്റെ വക്താവായി സംസാരിക്കുന്ന ജിൻഡോ ജോൺ.
ആ ജിൻഡോ ജോൺ എന്താണ് ഇതിനൊക്കെ പറയാ? ഇതിന്റെയൊക്കെ ഭാഷ പറഞ്ഞാൽ നമ്മുടെ വാക്കുകൾ മോശമായി പോവും, നമ്മുടെ നാവ് പോലും ചിലപ്പോ പേച്ചു പോവും. അവനൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്നത് ഇതല്ലേ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നത്? എന്നിട്ട് ഷൈൻ ടീച്ചറും കുടുംബവും വളരെ കൃത്യമായി അത് തെളിയിച്ചു കഴിഞ്ഞിട്ട് പോലും അല്ല എന്ന് വിളിച്ചു പറയുന്ന VD സതീശനെ എന്താ ഇപ്പൊ പറയാ? ആകെ ഒരു നമ്മളെ നാടൻ ഭാഷയിലൊക്കെ ഒരു പിടുത്തം വിട്ട കളി കളിക്കണം. എന്ത് വൃത്തികേടുകളൊന്നും പറയാം. കാരണം കേരളത്തിലെ അനുദിനം ഉജ്ജ്വലമായ വികസന പ്രവർത്തനങ്ങൾ അതാണ് ഈ പ്രതിപക്ഷം നാസർ കൊളായി സൂചിപ്പിച്ച പോലെ ഇത്ര അധാർമികമായി സഞ്ചരിക്കുമ്പോൾ വികസനത്തിന്റെ വലിയ വാതായനങ്ങൾ തുറന്ന് മുമ്പോട്ട് പോവുകയാണ് കേരളത്തെയുമായി. ആ വാർത്തയിലേക്കാണ് ഞങ്ങൾ ഇനി അടുത്തത് പോകാൻ പോകുന്നത്. നാസർ കൊളായി കംപ്ലീറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വികസന പ്രവർത്തനങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ എണ്ണി കാണിക്കുക. ഇപ്പോ KC വേണുഗോപാൽ വിളിച്ചു കൊണ്ടുവന്ന കർണാടകയുടെ മന്ത്രി പറയാണ്. KC വേണുഗോപാലിന്റെ സാന്നിധ്യത്തിൽ ഇത് പറയുകയാണെങ്കിൽ മാത്രമല്ല നാസർ കൊളായി, ഞാൻ താങ്കളുടെ അറിവിലേക്ക് പറയുകയാണ്, ഞാൻ അവിടെ കേട്ടതാണ് ഈ ബോട്ട്, ഈ മന്ത്രിയെ കൊണ്ടുവന്ന് ബോട്ട് യാത്രയൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. കാരണം ആലപ്പുഴയുമായി ബന്ധപ്പെട്ടാണല്ലോ, അതൊക്കെ പറയാം. പക്ഷേ ഈ വാക്ക് കേരളത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പിന്നെ ബോട്ട് യാത്ര പോലും KC വേണുഗോപാൽ നടക്കുക കൊടുത്തില്ലെന്നാണ് കേൾവി. സ്വാഭാവികം. കാരണം അത്തരം ഒരു അടി KC വേണുഗോപാൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം അയാളെ AICCയുടെ വക്താവാണ്. കർണാടകയിൽ നിന്ന് ഒരു മന്ത്രിയെ കൊണ്ടുവരുന്നു. കേരളത്തിൽ എത്തുമ്പോൾ സ്വാഭാവികമായി സത്യം മുമ്പിൽ കാണുന്ന സത്യാൾ വിളിച്ചു പറഞ്ഞു. കേരളത്തെ മാതൃകയാക്കാന്ന് പറഞ്ഞല്ലോ. ഇന്ത്യയിൽ ഇതുപോലെയുള്ള ഒരു സ്ഥലമില്ല. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വികസനങ്ങൾ ഓരോ ദിവസവും എണ്ണി പറയാനുണ്ട്. അതിൽ നിന്ന് ജനശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടി വിവാദങ്ങൾ ഉണ്ടാക്കുക. ആ വിവാദങ്ങൾക്ക് എന്ത് വൃത്തികേടുകളെയും കൂട്ടുപിടിക്കുക. മാന്യമായി ജീവിക്കുന്ന ഏത് കുടുംബത്തെക്കുറിച്ചും ആക്ഷേപം ഉന്നയിക്കുക. ഞാൻ ചോദിക്കട്ടെ അജിംഷാദെ, ഇപ്പൊ പാലക്കാട് ആരും തടയുന്നില്ല എന്ന് പോലും തീരുമാനിച്ചു രാഹുൽ മാങ്കൂട്ടത്തിന്. എന്തേ വരാൻ പറ്റാതെ പോയി? നിയമസഭയിൽ എന്തേ വരാൻ പറ്റാതെ പോയി? ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇല്ലാതെ പോയി. അതിന്റെ നവമാധ്യമ ഗ്രൂപ്പ് പിരിച്ചുവിട്ടു. ഇങ്ങനെ ഒരു ഗതികേട് കോൺഗ്രസിൽ എത്തേണ്ടതുണ്ടോ? സ്വയം വരുത്തി വെച്ചതല്ലേ ഇതൊക്കെ? സ്വയം വരുത്തി വെച്ചതാണ്. രാഷ്ട്രീയത്തിൽ അവർ തന്നെ വരുത്തി വെച്ച, അവർ കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീണു എന്ന് മാത്രമേ നമുക്കിപ്പോ അതിന് പറയാനുള്ളൂ. ഞാൻ കൂടുതൽ ഇതിൽ ചർച്ചിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വർത്തമാനകാല കോൺഗ്രസിൽ നിന്ന് ഇതിനപ്പുറത്തേക്കുള്ള സംസ്കാരം നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അത് VD സതീശനാണെങ്കിലും ആരാണെങ്കിലും നമ്മൾ ഇന്നലെയും ഇന്നും ഒക്കെ കേട്ടതാണ്. അവരുടെ പരസ്പരം ചെളിവാരി എറിയലും കാര്യങ്ങളൊക്കെ നമ്മൾ അതിനെ അത്ര കണ്ടാ മതി എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. കോൺഗ്രസ് സംസ്കാരം എവിടെയോ എത്തി. ഷൈൻ ടീച്ചറുടെ മറുപടി നോക്കുക ജിംഷാദെ. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നിർണായകമായ നിമിഷത്തില് നമ്മളൊക്കെ രാഷ്ട്രീയ ആളുകൾ മാത്രമല്ല, ഇന്ത്യയിലെ പലരും വായിച്ച് ലോക പ്രശസ്തമായ കത്താണ്. യുഗപ്രഭാവന ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ സമരകാലത്ത് സ്വന്തം മകൾക്ക് അയച്ച കത്തുകളിൽ പാലിക്കേണ്ട സൂക്ഷ്മതയെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി എനിക്ക് വളരെ മനോഹരമായി തോന്നിയ ഷൈൻ ടീച്ചറുടെ മറുപടി അതാണ് ഒരു സംസ്കാര സമ്പന്നയായ ഒരു സഖാവിന്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവൃത്തിയുടെ ചിത്രം എന്ന് പറയുന്നതാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ, അതും കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി മകൾ ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തുകളിലൂടെ പ്രതിരോധിക്കുക. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് വർത്തമാനകാലത്ത് ഇത്തരം വൃത്തികേടുകളെ ഷൈൻ ടീച്ചറുടെ മാതൃക പിൻപറ്റണം എന്റെ അഭിപ്രായം. നെഹ്റുവിന്റെ പാരമ്പര്യം, അതുപോലെ മഹാത്മാഗാന്ധിയുടെ പാരമ്പര്യം, അവരൊക്കെ കാണിക്കുന്ന വലിയ മാതൃകകളുണ്ട്. കോൺഗ്രസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഒരു ജനതയുടെ മനസ്സിലുണ്ടായ ഒരു ആശയമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. സത്യത്തിൽ പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷുകാരുടെ മനസ്സിലുണ്ടായ ആശയം എന്ന് പറയാം. പക്ഷെ ആ കോൺഗ്രസ് ഞാൻ പറയുന്നത് ആ കോൺഗ്രസ് ഈ നാട്ടിൽ കാണിച്ച വലിയ മാതൃകയുണ്ട്. അത് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് വേണ്ടി കാണിച്ച മാതൃകയാണ്. EMSഉം AKGയും കൃഷ്ണപിള്ളയും ഒക്കെ കോൺഗ്രസിലൂടെ വന്ന് ഇടതുപക്ഷ ആശയത്തിലേക്ക് കടന്നു വന്നവരാണ്. പക്ഷേ ഇത് വലതുപക്ഷ ആശയം എന്നൊന്നും പറഞ്ഞുകൂടാ നമുക്ക്. വലതുപക്ഷ ആശയത്തിനേക്കാളും വലിയ വൃത്തികേടുകളിലേക്ക് കോൺഗ്രസ് പോവാണ്. ആ കോൺഗ്രസ്സുകാരോട് നമുക്ക് അതാണ് ശരിയാണ്. കാരണം ഷൈൻ ടീച്ചർ ആ കോൺഗ്രസ് എത്തിപ്പെട്ട് നിൽക്കുന്ന അധാർമികതയെ, സ്ത്രീ വിരുദ്ധതയെ, ഇതൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കഴുകിക്കളയാൻ നെഹ്റുവിൻ്റെ ആ വാക്കുകളെങ്കിലും, അച്ഛൻ മകൾക്കയച്ച ആ കത്തുകളെങ്കിലും വായിക്കൂ എന്ന് ഷൈൻ ടീച്ചർ പറഞ്ഞു. അതാണ് ഏറ്റവും വലിയ മാതൃക. അത് നാസർ കൊളായി പറഞ്ഞത് അടിവരയിടേണ്ടതാണ്. വളരെ നന്ദി നാസർ കൊളായി, ഈ ഘട്ടത്തിൽ ഞങ്ങളുമായി സഹകരിച്ചത് വളരെ നന്ദി. ഉമേഷ്, ഈ കൂടുതൽ തെളിവുകളിലേക്കാണ് പോകുന്നത്. പോലീസിൻ്റെ ശേഖരണങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി നൽകാമോ പെട്ടെന്ന്? അജിംഷാദ്, കൂടുതൽ തെളിവ് ശേഖരണത്തിൻ്റെ പാതയിൽ തന്നെയാണ് പോലീസ്. അതിൻ്റെ ഭാഗമാണ് മെറ്റയോട് വിവരങ്ങൾ തേടിയിട്ടുള്ളത്. അവരിൽ നിന്ന് മറുപടി ലഭിച്ചാൽ, അതായത് ആരൊക്കെയാണ് ഈ അധിക്ഷേപ പരാമർശം നടത്തിയതും അത് പ്രചരിപ്പിക്കുകയും ചെയ്തത് ആരൊക്കെയെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന നിമിഷം കൂടുതൽ പേർ ഇതിൽ പ്രതികളാവും. അവരുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികളുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ചാടിക്കേറി അറസ്റ്റ് എന്നതിന് പകരം പരമാവധി തെളിവുകൾ സമാഹരിച്ച ശേഷം അറസ്റ്റിലേക്ക് പോകാനാണ് തീരുമാനം. തീർച്ചയായും നീതി ഉറപ്പാക്കാനായി സമഗ്ര നീക്കത്തിലാണ് പോലീസ്.
സംസ്ഥാന സർക്കാരിൻ്റെ വികസന സദസ്സിന് തുടക്കമായി. ജനകീയ പങ്കാളിത്തത്തോടുകൂടിയുള്ള വികസനമാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വികസന കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കാൻ പ്രതിപക്ഷം തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ അടിസ്ഥാനത്തിലെടുത്താൽ, മുന്നണി അടിസ്ഥാനത്തിലെടുത്താൽ പല ചേരികൾ അധികാരത്തിലുണ്ടാവും. എല്ലാവരുടെയും ഏകരൂപമായിരിക്കില്ല. ഈ പ്രക്രിയയിൽ എല്ലാവരും സഹകരിക്കുകയാണല്ലോ വേണ്ടത്. ഇതിനകത്ത് വേറെ അജണ്ടയില്ലല്ലോ. നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷന്റെ അതിർത്തിയിലെ വികസനത്തെക്കുറിച്ചാണല്ലോ. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണല്ലോ ചർച്ച ചെയ്യുക. ആ ചർച്ച തുറന്ന മനസ്സോടെ നടത്താലോ. എന്നാൽ ചിലയിടങ്ങളിൽ ആ തുറന്ന മനസ്സ് കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. നാടിൻ്റെ വികസന കാര്യങ്ങളിൽ ഒന്നിച്ചു നിൽക്കാൻ കഴിയുക എന്നത് വളരെ പ്രധാനമാണ്. തീർച്ചയായും. അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ മോദി സർക്കാരിൻ്റെ കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിനിടയിലാണ്, അവർ സൃഷ്ടിച്ച കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിനിടയിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം സംസ്ഥാന സർക്കാർ നൽകിയതെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. ഒരു ചുവട് കൂടി വെച്ചാൽ ലോകത്ത് ചൈനയ്ക്ക് ശേഷം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടപ്പിലാക്കുന്ന രണ്ടാമത്തെ പ്രദേശമായി കേരളം മാറും. അടുത്ത 5 വർഷത്തേക്ക് ഏറ്റെടുക്കേണ്ട പദ്ധതികൾ ആലോചിക്കുന്നതിന് വേണ്ടിയുള്ള വേദിയാണ് വികസന സദസ്സെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. ഇന്ന് 64,006 അതിദരിദ്ര കുടുംബങ്ങളിൽ 93% അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ച് അടുത്ത കേരളപ്പിറവി ദിനത്തിൽ ഇന്ത്യയിൽ ആദ്യമായി അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമെന്ന ചരിത്ര നേട്ടത്തിൻ്റെ നെറുകയിലെത്താൻ കേരളത്തിന് ഒരു ചുവട് കൂടി വെച്ചാൽ മതി. ഒറ്റ ചുവട് കൂടി വെച്ചാൽ ഇന്ത്യയിലെന്നല്ല ലോകത്ത് ചൈനയ്ക്ക് ശേഷം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാക്കുന്ന രണ്ടാമത്തെ പ്രദേശമായി കേരളം മാറുകയാണ്. സമഗ്ര വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സുലേഖ ശശികുമാർ ചേരുകയാണ്. സുലേഖ, അതായത് 2 കാര്യങ്ങളാണിത്. ഒന്ന്, റോഡ് മുതൽ പാർപ്പിടം വരെ, ഭക്ഷണം മുതൽ വസ്ത്രം വരെ എല്ലാ അർത്ഥത്തിലും മനുഷ്യൻ്റെ എല്ലാ തലങ്ങളിലേക്കും സർവ്വതല സ്പർശിയായി എല്ലാവരിലേക്കും ഭക്ഷ്യരാഷ്ട്രീയ ഭേദമന്യേ വികസനം എത്തിക്കുക എന്നുള്ളതാണ് ഈ രണ്ടാം പിണറായി സർക്കാർ ചെയ്ത ആ പ്രവർത്തികളുടെ കൂടുതൽ സംസ്ഥാപനമാണ് ഈ വികസന സദസ്സിലൂടെ മുമ്പോട്ട് വെക്കുന്നത്. അത് മോദി സർക്കാരിൻ്റെ ശക്തമായ ഞെരുക്കലുകൾക്കിടയിലാണ് സാധ്യമാക്കിയത് എന്നതാണ് രാഷ്ട്രീയ വിജയം. ഈ 2 കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടത്. ഒപ്പം പ്രതിപക്ഷം കാണിക്കുന്ന നിരാസം, ഇതൊക്കെ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ഡിസംബറിൽ ഏതാണ്ട് സിംഹഭാഗവും പൂർത്തിയാകും ദേശീയപാതയുടെ. നടക്കില്ലെന്ന് കരുതി തള്ളിയതാണ്. സുലേഖ. തീർച്ചയായും അജിംഷാദ്, കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിന്റെ കേന്ദ്രത്തിന്റെ കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിന്റെ ഇത്തരത്തിൽ മികച്ച പ്രവർത്തനങ്ങളുമായാണ് കേരളം മുന്നോട്ട് പോകുന്നത്. വികസന പദ്ധതികൾ, അനവധിയായ വികസന പദ്ധതികൾ അത് കേരളം നടപ്പിലാക്കുന്നു. കടുത്ത സാമ്പത്തിക ഞെരുക്കം, നിഷേധാത്മക നിലപാട് കേന്ദ്രത്തിന്റെ, ഇതൊക്കെ മറികടന്നാണ് ഇത്തരത്തിൽ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ഒരു മികച്ച ജീവിതം നൽകാൻ കേരളത്തിലെ സംസ്ഥാന സർക്കാർ കഴിയുന്നത് എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഈ വികസന പ്രവർത്തനങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ 2 LDF സർക്കാരിന്റെ കാലത്തും എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയത്, അതൊക്കെ തന്നെയാണ് ഈ വികസന സദസ്സിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം, അല്ലെങ്കിൽ അത്തരത്തിലൊരു പദ്ധതി തന്നെയാണ് ഈ വികസന സദസ്സ് എന്ന് പറയുന്നത്. അതിന് അദ്ദേഹം എണ്ണി പറയുന്നുണ്ട്. കാരണം ദേശീയപാതയുടെ വികസനം അത് വേണ്ട എന്ന് കരുതി, അല്ലെങ്കിൽ നടക്കില്ല എന്ന് കരുതി ഉപേക്ഷിച്ചു പോയതാണ്. പക്ഷേ അത് നടപ്പാക്കും. ഡിസംബറോട് കൂടി ഏതാണ്ട് വലിയൊരു ഭാഗം പൂർത്തിയാവുകയാണ്. ഗെയിൽ പൈപ്പ് ലൈൻ ഇപ്പോഴും വ്യവസായങ്ങളിലും പല വീടുകളിലും പൈപ്പ് ലൈനായി എത്തുന്നു. പ്രതിപക്ഷം വലിയ പ്രതിഷേധവും ആക്ഷേപവും ഉന്നയിച്ചതാണ്. അതിൻ്റെ നടുവിലൂടെയാണ് നടത്തിയത്. കേരളയിൽ പക്ഷേ സാധ്യമായില്ല. അത് ഇത്തരത്തിൽ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ കേന്ദ്ര സർക്കാരുമായി ചേർന്ന് ഉള്ള ചില തടസ്സങ്ങളൊക്കെ സൃഷ്ടിച്ചാണ്. പക്ഷേ അതും പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടില്ല.
അതിലേക്ക് തന്നെയാണ് സർക്കാർ പോകുന്നത്, ഈ പിണറായി സർക്കാരിൻ്റെ ലക്ഷ്യവും. അങ്ങനെ വികസനത്തിൻ്റെ സമസ്തമായ വശങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞു. ഗെയിൽ പൈപ്പ് ലൈനിൻ്റെ കാര്യം, ദേശീയപാതയുടെ കാര്യം, അങ്ങനെ ഓരോന്നും. അല്ലേ സുലേഖ? തീർച്ചയായും അജിംഷാദ് തന്നെയാണ്. ഇത്തരത്തിൽ ദേശീയപാത അത് ഡിസംബറോട് കൂടി ഏകദേശം ഭൂരിഭാഗവും പ്രദേശങ്ങൾക്കും ഇത്തരത്തിൽ ദേശീയപാതയുടെ വികസനം അത് പൂർത്തിയാകും. ശേഷം മാർച്ചോടുകൂടി ഇത്തരത്തിൽ നിലവിൽ സാധ്യമല്ലാത്ത ഇടങ്ങളിൽ കൂടി ദേശീയപാതയുടെ പ്രവൃത്തി പൂർത്തീകരിക്കും എന്നുള്ള കാര്യം തന്നെയാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രി ഇന്ന് വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട്, സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. അതിനൊപ്പം തന്നെ പറയേണ്ടുന്ന ഒരു കാര്യം, ഇത്തരത്തിൽ കൊച്ചി വാട്ടർ മെട്രോ അടക്കമുള്ള കാര്യങ്ങൾ അതടക്കമുള്ള കാര്യങ്ങളിൽ ഇത്തരത്തിൽ കേരളം മികച്ച ഒരു വികസന കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെച്ചത്. അതിനൊപ്പം തന്നെ വിഴിഞ്ഞം തുറമുഖം അത് മറ്റൊരു വികസനത്തിന്റെ കേരളത്തിന്റെ വികസനത്തിന്റെ മറ്റൊരു മുഖമാണ് വിഴിഞ്ഞം തുറമുഖം. അത് ലോകത്ത് തന്നെ ഇത്തരത്തിൽ മുന്നേറാൻ വിഴിഞ്ഞം തുറമുഖത്തിലൂടെ കേരളത്തിന് കഴിഞ്ഞു എന്നുള്ള കാര്യം തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രി പങ്കുവച്ചത്. അതിനൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ വികസന സദസ്സ് അത് സംഘടിപ്പിക്കുമ്പോൾ ജനങ്ങളുടെ അഭിപ്രായം രൂപീകരിച്ച് ജനങ്ങളുടെ അഭിപ്രായം ക്രോഡീകരിച്ച ഇനി എന്തൊക്കെ വികസനങ്ങളാണ്, ഏതൊക്കെ പ്രദേശങ്ങളിൽ എന്തൊക്കെ വികസനങ്ങളാണ് വേണ്ടത് എന്നുള്ള കാര്യമാണ് ഈ വികസന സദസ്സിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത്. വരുന്ന 5 വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള വികസന പദ്ധതികൾ അതിപ്പോഴേ തന്നെ ഈ ജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ സ്വീകരിച്ച് അത് നടപ്പിലാക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലെ പ്രാധാന്യമേറിയ കാര്യം എന്ന് പറയുന്നത്. സുസ്ഥിര വികസനം ഏറ്റവും ജനകീയമായ പരിപ്രേക്ഷ്യത്തിൽ സാധ്യമാക്കുക, ഇതാണ് ഈ പ്ലാൻ കൊണ്ടുകൂടി ഉദ്ദേശിക്കുന്നത്. എന്തായിരുന്നാലും തീരദേശ ഹൈവേ, ദേശീയപാത, ഒപ്പം മലയോര ഹൈവേ, വിഴിഞ്ഞം പോർട്ട്, ഗെയിൽ പൈപ്പ് ലൈൻ അടക്കം സമഗ്രമായ വികസനത്തിൻ്റെ പാതയിലാണ്. അതിദാരിദ്ര്യമില്ലാത്ത പ്രദേശമായി കേരളം മാറുന്നതിലേക്ക് ഈ വികസനത്തെ കൂടി കൂട്ടിച്ചേർത്ത് ഒരു മഹാപദ്ധതിയായി മുമ്പോട്ട് പോവുകയാണ്. അതാണ് ഈ വികസന കേരളത്തിൻ്റെ വികസന സദസ്സ് മുമ്പോട്ട് വെക്കുന്ന ആശയവും. തുടർന്നുള്ള വർഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങൾ കൂടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് സുലേഖ നൽകിയത്. ഈവനിംഗ് ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്.